അഭിഷേകത്തെ പ്രാപിച്ച് ദൈവകൃപയിലിരിക്കുന്ന ദൈവമക്കളുടെ വിഷയത്തിലാണ് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ടിരിക്കുന്നത്. ആമേൻ. സോ നമ്മൾ ആ ഭാഗം നമുക്കൊന്നും കൂടെ നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം ശബ്ദമുയർത്തുന്നു വായിച്ചാട്ടെ. യോഹന്നാൻ എഴുതിയ ലേഖനം വായിക്കുക. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിക്കുവാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കുകയാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിക്കുവിൻ. ആമേൻ. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചിരിക്കുന്നെങ്കിൽ കർത്താവ് ആ വ്യക്തിയെ നടത്തുന്ന വിധങ്ങൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. വളരെ വ്യത്യസ്തമായ വഴികളിലൂടെ ആയിരിക്കും ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ച ഒരു ദൈവവൈതലിനെ സ്വർഗം നടത്തുന്നത്. അത് ഒരുപക്ഷെ മനുഷ്യർക്കോ മനുഷ്യരുടെ ചിന്താഗതികൾക്കോ അനുയോജ്യമാകുന്നു വരില്ല. കാര്യം ദൈവത്തെ പ്രസാദിപ്പിച്ച് നടത്തേണ്ടതിന് ദൈവം അവരുടെ ഹൃദയങ്ങളിൽ വസിച്ച് അവരെ വ്യത്യസ്തമായ റൂട്ടുകളിലൂടെ സ്വർഗം നടത്തുവാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്: അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിക്കുവാൻ ആവശ്യമില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അഭിഷേകം പ്രാപിച്ച ഒരു ദൈവ പൈതലിനെ സ്വർഗം ഉപദേശിച്ചു വഴി നടത്തും. അവനെ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ മറ്റുള്ളവരെ ബോധിപ്പിക്കുന്ന, മറ്റുള്ളവരെ അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തുന്ന ഒരു ജീവിതമല്ല ഒരു പക്ഷേ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ദൈവ പൈതലിലൂടെ സ്വർഗം ചെയ്തെടുക്കുന്നത്. എന്നാൽ മനസ്സിലാക്കണം, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷണ കാലഘട്ടത്തില് താൻ സ്വർഗീയ പിതാവിന്റെ കൽപ്പന അനുസരിച്ച് സുവിശേഷവുമായി കടന്നു ചെല്ലുന്നിടത്തൊക്കെയും താൻ നേരിട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് മനസ്സിലാക്കണം, ജനം കർത്താവിനെ അംഗീകരിക്കുന്നില്ലാത്ത നിലവാരത്തിൽ, സ്വീകരിക്കാത്ത നിലവാരത്തിൽ കർത്താവിന്റെ ഉപദേശം പലരുടെയും പ്രവൃത്തികൾക്കും പലരുടെ നിരൂപണങ്ങൾക്കും ഇടർച്ചയായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു തന്റെ വചനം സത്യമായി വെളിപ്പെടുത്തിയപ്പോൾ അനേകർക്ക് അത് പല വിധത്തിലുള്ള ഒരു ഭാരം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കിവിടെ മടങ്ങി വരണം. എന്നാൽ സ്തോത്രം, ദൈവസഭയുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ചരിത്ര പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി അതിന്റെ അതിന്റെ 7-ാം അധ്യായം നമ്മൾ വായിക്കുന്നത് സ്തേഫാനോസിന്റെ ജീവചരിത്രത്തെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. സ്തേഫാനോസിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് സ്തേഫാനോസിന്റെ കടന്നുവരവ് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവത്തിലാണ്. വിശേഷിച്ച് താൻ അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങളുടെ വേല വിട്ട് മേശകളിൽ ശുശ്രൂഷിക്കുന്നത് യോഗ്യമല്ല. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന പഠനത്തിലും എല്ലാം ഞങ്ങൾ ഉറ്റിരിക്കും. അതിന്റെ 6-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിക്കുന്ന ഇങ്ങനെ: ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. എന്താ കാരണം? ആകെ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്ക് ആക്കാമെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സ്തേഫാനോസിനെ സ്വർഗം തെരഞ്ഞെടുക്കുന്നെങ്കിൽ അവൻ ദൈവ പദ്ധതിയിലേക്ക് വരുന്നതിന് ആ യെരുശലേമിലെ സഭയ്ക്ക് ഒരു പ്രത്യേക സാഹചര്യം ഉടലെടുക്കുകയാണ്. അവിടെ താൻ മേശയിലെ ശുശ്രൂഷയ്ക്കായിട്ട് അവിടെ ചില തർക്കം വന്നു. യഹൂദന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാർ യഹൂദന്മാരുടെ നേർക്ക് യവന ഭാഷക്കാര് തർക്കമുണ്ടായി. കാരണം പറഞ്ഞ് യവന ഭാഷക്കാരുടെ ഇടയിലുള്ള വിധവമാരെ മനഃപൂർവ്വമായിട്ട് യഹൂദന്മാര് തഴയുകയാണ്. അങ്ങനെ പറ്റത്തില്ല, അതുകൊണ്ട് അവർക്ക് പ്രത്യേക സ്ഥാനം കൊടുക്കണമെന്ന് പറഞ്ഞ് സഭയ്ക്കകത്ത് കലക്കം കൊണ്ടുവരികയായിരുന്നു. മനസ്സിലാക്കണം, സഭയ്ക്കകത്ത് വേണ്ടാത്ത കലക്കം കൊണ്ടുവരുമ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഒരു വലിയ കലക്കം വരികയാണ്. നമ്മളവിടെ വായിക്കുമ്പോൾ അതിന്റെ 6-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാവോ? 6-ാം അധ്യായം ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് എബ്രായ ഭാഷക്കാരെ പിറുപിറുത്ത്. ശ്രദ്ധിക്കണം, അവിടെ ഭിന്നത വരികയാണ്. ചേരുതിരിഞ്ഞ് 2 തട്ടിൽ നിൽക്കുകയാണ്. ഒരു തട്ടിൽ നിൽക്കുന്നത് അപ്പോസ്തലന്മാരും,
മറുവശത്ത് നിൽക്കുന്ന യവനരും അവരുടെ കൂടെ രക്ഷയിലേക്ക് വന്ന വിശ്വാസികൾ. ഇങ്ങനെ സഭയ്ക്കകത്ത് നിസാര വിഷയം പറഞ്ഞ് ഭിന്നത ഉണ്ടാകുമ്പോൾ ശ്രദ്ധിച്ചോണം, അപ്പോസ്തലന്മാർക്ക് കീഴ്പ്പെടാത്ത ശാഠ്യങ്ങൾക്കൊക്കെ പരിശുദ്ധാത്മാവ് പരിഹാരം നൽകും. ആമേൻ. കരങ്ങൾ ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. സോ നമ്മൾ മനസ്സിലാക്കണം, വേണ്ടാത്ത വിഷയങ്ങൾക്കായിട്ടായിരിക്കും ശാഠ്യം ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവരുന്നത്. ആവശ്യമില്ലാത്ത വിഷയങ്ങൾക്ക് വേണ്ടിയാണ്. അവർക്ക് പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ്. അത് അവർ പരിഹരിക്കാതെ എല്ലാ പ്രശ്നം കൂടെ അപ്പോസ്തലന്റെ തലയിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. മനസ്സിലാക്കണം, ആ സ്വഭാവം ശ്രദ്ധിക്കണം. ഇതെല്ലാ പ്രശ്നങ്ങളെ കൊണ്ട് ഒരുവന്റെ തലയിലേക്ക് കൊണ്ടുവച്ച് അവനെ ക്ലേശിപ്പിക്കുക എന്നുള്ളത് 1-ാം നൂറ്റാണ്ടിലെ പ്രശ്നമായിരുന്നു. ഹല്ലേലൂയ. അവിടെ ഈ പരിജ്ഞാനം മനസ്സിലാക്കണം. ദൈവാത്മാവ് ഉണ്ടെങ്കിൽ പരിജ്ഞാനവും വിവേകത്തോടു കൂടെ ഇടപെടണം. പരിജ്ഞാനം വേണം, വിവേകം വേണം. ഹല്ലേലൂയ. സ്വതന്ത്രം. എന്നാൽ ആ വിവേകം ഇല്ലെങ്കിലാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും സഭയ്ക്കകത്ത് ഉടലെടുക്കുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ദിനംപ്രതി ശുശ്രൂഷയിൽ ഉപേക്ഷയെ വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. കാര്യം അപ്പോസ്തലന്മാരല്ല എബ്രായന്മാരാ, യഹൂദന്മാരാ. അപ്പൊ യഹൂദന്മാരുടെ ഇടയിലാണ് ശുശ്രൂഷ നിൽക്കുന്നത്. അപ്പൊ രക്ഷിക്കപ്പെട്ട് വരുന്നവർക്ക് ഒരു സ്ഥാനമില്ല. ഞങ്ങൾ പിന്നെ എന്നാ ചെയ്യണ്ടേ? നിങ്ങൾ എല്ലാ കാര്യം യഹൂദന്മാർക്ക് മാത്രം കൊടുത്ത പിന്നെ ഞങ്ങൾ ഇവിടെ എന്നാ ചെയ്യുന്നത്? ഞങ്ങളെ പരിഗണിക്കുന്നില്ല, ഞങ്ങളെ കരുതുന്നില്ല, ഞങ്ങളെ നോക്കുന്നില്ല. ഈ വക ശാഠ്യങ്ങളെല്ലാം 1-ാം നൂറ്റാണ്ട് മുതൽ സഭയ്ക്കകത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. 1-ാം നൂറ്റാണ്ട് മുതൽ സഭയ്ക്കകത്തുണ്ടായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ പിതാവിനറിയാം എങ്ങനെ വിഷയത്തിനെ കൈകാര്യം ചെയ്യണം. അടുത്ത വാക്യം എന്താ വായിക്കുന്നത്? ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി ഞങ്ങൾ ദൈവനെ ഉപേക്ഷിച്ച മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ, അവരെ ഈ വേലയിലാക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ കുറിവാക്യം നമ്മൾ വായിച്ചു. സ്തോത്രം. നിങ്ങൾ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുമ്പോൾ അത് നിങ്ങളെ ഉപദേശിച്ചു വഴി നടത്തും. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നോക്കണം. ഇവിടെ ഇവർ തിരഞ്ഞെടുക്കുന്നതും എന്തൊക്കെ ക്വാളിറ്റീസ് വേണം? 1 ആത്മാവ് വേണം, 2 ജ്ഞാനവും നിറഞ്ഞവരാണ്, പിന്നെ 3 നല്ല സാക്ഷ്യം. ഇത് 3 ഇല്ലെങ്കിൽ വിഷയമാണ്. ആത്മനിറവില്ലാതെ ഒരിക്കലും കർത്താവിന്റെ വേലയിലേക്ക് വരരുത്. അഭിഷേകത്തിന് നിറവില്ലാതെ ഒരിക്കലും ഈ പദ്ധതി വരരുത്. കാര്യം മറ്റുള്ളവർക്ക് പല വിധത്തിലുള്ള പ്രയാസം ഉളവാകും. അഭിഷേകമില്ലാത്തവൻ എപ്പോഴും സഭയ്ക്കകത്ത് കലക്കം ഉണ്ടാകുന്ന. ഞാൻ ചോദിക്കട്ടെ, ഈ യവന ഭാഷക്കാരുടെ ഇടയിൽ ആത്മനിറവുണ്ടെങ്കിൽ അവർ തന്നെ ഇത് ക്രമീകരിക്കണ്ടേ? പക്ഷെ അന്നത്തെ സാഹചര്യം എല്ലാ പ്രശ്നങ്ങളും അപ്പോസ്തലന്മാര് പരിഹരിക്കണം. ഉപ്പോട്ട് കർപ്പൂരം വരെ സ്വതന്ത്രം എടുക്കാനും നടക്കാനും പുറകെ നടക്കാനും അപ്പോസ്തലന്മാരുടെ തോളത്ത് വെച്ചു. അങ്ങനെയല്ല സഭ പോകേണ്ടത്. പരിജ്ഞാനത്തോടു കൂടെ ഇടപെടുവാനും ചിന്തിക്കുവാനും റെഡിയാകണം. എങ്കിലേ ദൈവപ്രവൃത്തി അതിന്റെ നിലവാരത്തിൽ അത് വെളിപ്പെടുകയുള്ളൂ. പലപ്പോഴും മനസ്സിലാക്കണം, നേതൃത്വത്തിന് നേരെ കൈ ഉയർത്താൻ വളരെ എളുപ്പമാണ്. നടത്തുന്നവർക്ക് നേരെ കൈ ഉയർത്തുവാൻ, അവരെ ശാസിക്കാനും അവരെ മുടക്കുവാനും അല്ല അവരെ ക്ലേശിപ്പിക്കാനും വല്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷേ അവരോടുകൂടെ നിന്ന് പരിജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ കാര്യം ക്രമീകരിക്കണമെങ്കിൽ അഭിഷേകം വേണം. മനസ്സിലാകുന്നുണ്ട്? പരാജയപ്പെടുന്നത് അതുകൊണ്ട്. ഈ അഭിഷേകമില്ലാതെ കാര്യങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് കലക്കം ഉണ്ടാകുന്നത്. അനേകർ ജഡീകരായി തീരുന്ന ഒരു കാര്യം, അഭിഷേകത്തിന് കീഴ്പ്പെടുന്നില്ല, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുന്നില്ല. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുന്നുണ്ടെങ്കിൽ കലക്കം ഉണ്ടാകത്തില്ല. കാര്യം ദൈവത്തിന്റെ ആത്മാവ് ഉപദേശിക്കും. അപ്പോൾ ജനത്തിന് തന്നെ ഉപദേശത്തിന് കീഴ്പ്പെടാത്ത അനുഭവത്തിൽ വരുന്നത് കൊണ്ടാണ് അന്ന് അപ്പോസ്തലന്മാര് തന്നെ പറഞ്ഞു, നിങ്ങളിൽ അഭിഷേകവും അല്ലെങ്കിൽ ആത്മനിറവും ജ്ഞാനവും നിറഞ്ഞവര്, ആത്മാവും ജ്ഞാനവും നിറഞ്ഞവരും നല്ല സാക്ഷ്യവുമുള്ളവർ. അപ്പോൾ ഇവരാണ് അപ്പോസ്തലന്മാരോട് അടുക്കാവുള്ളൂ. അപ്പോൾ ഈ സ്ഥലം, ഈ മേഖലകളിൽ എന്തെങ്കിലും ഇടർച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കണം, അത് വളരെ പ്രതിസന്ധിയിലേക്ക് എത്തും. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ പ്രവൃത്തി ശ്രദ്ധിക്കണം. ആത്മനിറവ് അവിടെ പറയുന്ന കാര്യം എന്താണ്? 3 കാര്യം എന്തൊക്കെയാണ്? ആത്മാവും ജ്ഞാനവും സ്തോത്രം. അടുത്തത് നല്ല സാക്ഷ്യവുമുള്ള. ഹല്ലേലൂയ. ഏതൊരു വ്യക്തി വന്നാലും ഉടനെ വരട്ടെ ഇരിക്കട്ടെ എന്നല്ല വിചാരിക്കുന്നത്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? സ്തോത്രം. അവിടെ തിമോഥെയോസ് ലേഖനത്തിൽ പറയുന്നത് പോലെ സ്തോത്രം, നിങ്ങൾ അവരെ പരീക്ഷിക്കണം. അനന്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. അങ്ങനെയാ പറയുന്നത്. ഈ തെറ്റില്ലെന്ന് കണ്ടാൽ മാത്രമേ ഏൽപ്പിക്കാവുള്ളൂ. മനസ്സിലാക്കണം. സ്തോത്രം. ആത്മനിറവില്ലാതെയും വിവേകവും പരിജ്ഞാനവും ഇല്ലാതെ ഇരിക്കുന്നവൻ ഈ പണി ഏൽപ്പിച്ച് അവൻ കുഴയ്ക്കും. മനസ്സിലാക്കണം. അപ്പോൾ എന്താ വേണ്ടത്? ആത്മാവും ജ്ഞാനവും, അടുത്തത് നല്ല സാക്ഷ്യവും ഉള്ളവര്. സ്തോത്രം. നല്ല സാക്ഷ്യം ഉണ്ട്,
എന്ന് പറഞ്ഞ് അഭിഷേകം ഇല്ലാതെ വന്നാലും പറ്റില്ല. അഭിഷേകമുണ്ട്, ആത്മനിറവുണ്ട്, അറിവില്ലാതെ വന്നാലും പറ്റില്ല. അറിവുണ്ട്, അഭിഷേകവും ഇല്ല, സാക്ഷ്യവും ഇല്ല, പോയി. പിന്നെ എന്ത് വേണം? ഇത് മൂന്നും നിലനിൽക്കണം. അഭിഷേകവും വേണം, ജ്ഞാനവും വേണം, നല്ല സാക്ഷ്യവും വേണം. എങ്കിൽ മാത്രമേ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ നമ്മൾ ഈ വായിച്ച ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ അഭിഷേകത്തിന്റെ നിറവോടുകൂടെ നിലനിൽക്കുവാൻ അവിടെ സ്തോത്രം അപ്പോസ്തലന്മാര് സ്തോത്രം അവരുടെ മേശയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിലരെ തിരഞ്ഞെടുത്തു കൊണ്ടുവരികയാണ്. അവരെ ദൈവം അടുത്ത പദ്ധതിയിലേക്ക് കൊണ്ടുപോകും. നമ്മളൊന്ന് തിരിച്ചറിയണം. ഒന്ന് വായിച്ച് തുടർന്ന് വായിച്ചേ. ഞങ്ങളോ പ്രാർത്ഥനയിലും വചനശുദ്ധിയിലും ഇരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിന് ഒക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊക്രോസ്, നിക്കോനോർ, ശിമോൻ, പർമോനോസ്, യഹൂദായ അന്ത്യോക്യക്കാരൻ നിക്കോലാവോസ് എന്നിവരെ തെരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി. അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ദൈവവചനം പരന്നു. യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. ഇവിടെ ശ്രദ്ധിക്കണം. അവിടെ ദൈവപ്രവൃത്തി അനുസരിച്ച് ഓരോ ട്രാക്കൻസ് വരണ്ടവൻ വന്ന് ചെയ്യേണ്ട വേല ചെയ്തു കഴിഞ്ഞപ്പോ സഭയ്ക്ക് വളർച്ച വന്നു. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും സഭയ്ക്ക് വളർച്ച വരാത്തതിന്, വർധന വരാത്തത് വരണ്ടവർ ഇതുവരെ നേരെയായിട്ടില്ല. യെരൂശലേം കുഴഞ്ഞു കിടക്കുക. പിന്നെ എങ്ങനെയാ മറ്റൊരു വ്യക്തി വരുന്നത്? യെരൂശലേം കുഴഞ്ഞു കിടക്കുകയാണ്. മറ്റൊരു വ്യക്തി എങ്ങനെയാണ് വരുന്നത്? യെരൂശലേം ബലപ്പെട്ടെങ്കിൽ മാത്രമാ, ഉപദേശത്തിലും ആത്മാവിന്റെ നിറവിലും നല്ല സാക്ഷ്യത്തോടുകൂടെ മുന്നേറിയെങ്കിൽ മാത്രമാ യെരൂശലേമിൽ പുതിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുകയും. പലപ്പോഴും മനസ്സിലാക്കണം, കുഴച്ചിലുള്ളിടത്ത് മറ്റൊന്ന് കാണത്തില്ല. കാര്യം നിലവിലുള്ളത് ക്രമീകരിക്കപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെ ശരിയാവും? ഹല്ലേലൂയ. എന്താണ് അവിടെ പറയുന്ന വാക്യം? അപ്പോസ്തലൻ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു. അടുത്തെന്ത് സംഭവിച്ചു? ദൈവവചനം പരന്നു. 8-ാം വാക്യം. അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ശ്രദ്ധിക്കണം. അവിടെ സ്തോത്രം സ്തെഫാനോസിനെ ദൈവം അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരിക. ഹല്ലേലൂയ. എങ്ങനെയാ കൊണ്ടുവരുന്നത്? ദൈവം ആ വ്യക്തിയെ അഭിഷേകത്താൽ നിറച്ചു, നിയോഗത്തിലേക്ക് സ്റ്റെപ്പ് വെച്ചു. നിയോഗത്തിലേക്ക് സ്റ്റെപ്പ് വെച്ചപ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, ആ വ്യക്തിയുടെ രംഗപ്രവേശനത്തിൽ യെരൂശലേമിൽ നടന്ന ഒത്തിരി സംഭവങ്ങളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കേ. എവിടെയൊക്കെ കലക്കമുണ്ടായി, ആരൊക്കെ തമ്മിൽ കലക്കമുണ്ടായി, അതിൻ്റെ താകെ കലങ്ങി. കാരണം എന്താ? വരണ്ടവൻ വന്നില്ല, ചെയ്യേണ്ടത് ചെയ്തില്ല, ഒരുങ്ങേണ്ട പോലെ ഒരുങ്ങിയില്ല. വരണ്ടവർ വരികയും ചെയ്യേണ്ടത് ചെയ്യുകയും ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങുകയും ചെയ്യുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും വരണ്ടവർ വരുന്നില്ല, ക്രമീകരിക്കേണ്ട നിലവാരത്തിൽ ക്രമീകരിക്കുന്നില്ല, ഒരുങ്ങേണ്ട പോലെ ഒരുങ്ങാതിരിക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി വീണ്ടും വീണ്ടും അത് താമസിക്കുന്നെന്ന് മനസ്സിലാക്കണം. കാരണം എന്താ? നിസാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് യെരൂശലേമിൽ കലക്കമാണ്. നിസാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് യെരൂശലേമില് കലക്കമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. അടുത്ത വാക്യം വായിച്ചേ. അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ലിബർത്തിനാർ എന്നു പേരുള്ള പള്ളിക്കാരിലും ഇറാനക്കാരിലും അലസ്കന്യക്കാരിലും കിലിക്കിയ, ആസിയ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തെഫാനോസിനോട് തർക്കിച്ചു. ശ്രദ്ധിക്കണം, നമ്മൾ ട്രാക്കിലാണെങ്കിൽ വിശ്വാസത്തിന് നേരെ തർക്കങ്ങളുണ്ടാകും, വിശ്വാസത്തിന് നേരെ ചോദ്യങ്ങളുണ്ടാകും. വിശ്വാസത്തിന് നേരെ ഒരു ചോദ്യമില്ല. മനസ്സിലാക്കണം, നാം ട്രാക്കിലല്ല. നമ്മുടെ കൃപ, നമ്മൾ പ്രാപിച്ച അഭിഷേകത്തിലും ശുശ്രൂഷയ്ക്ക് നേരെ വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുന്നത് ട്രാക്കിൽ തന്നെയാണ്. ആമേൻ, സ്തോത്രം. മനസ്സിലാക്കണം, അത് ദൈവത്തിന്റെ കൃപയാലാണ് അത് സംഭവിക്കുന്നത്. അടുത്ത വാക്യം വായിച്ചാട്ടെ. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, അഭിഷേകത്തിന്റെ ശക്തി അവിടെ വ്യാപരിച്ചപ്പോൾ സ്തെഫാനോസിലെ ദൈവശക്തിയോട്, സ്തെഫാനോസിൽ വസിക്കുന്ന ദൈവിക ജ്ഞാനത്തോട് ആർക്ക് എതിർക്കാൻ പറ്റിയില്ല? അവിടെ നിന്നവർക്ക് എതിർക്കുവാൻ കഴിഞ്ഞില്ല. അത്രമേൽ ദൈവത്തിന്റെ കൃപ പ്രാപിച്ചാണ് ബലപ്പെട്ട് മുന്നേറുന്നത്. അടുത്ത വാക്യം വായിച്ചാട്ടെ. അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി മോശയ്ക്കും ദൈവത്തിനും വിരോധമായി പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രിയെയും
ഇളക്കി അവന്റെ നേരെ ചെന്ന് അവനെ പിടിച്ചു. ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി കള്ളസാക്ഷികളെ നിർത്തി. ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിച്ചു. ആ നസറനായ യേശു ഈ സ്ഥലം നശിപ്പിച്ചു. മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയും എന്നും അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. സോ നമ്മളിവിടെ വായിക്കുമ്പോൾ സ്തേഫാനോസിന്റെ ചരിത്രത്തില് ആത്മ നിറവ് വന്ന സമയത്ത് ആ വ്യക്തിയെ ദൈവം കൊണ്ടുവന്ന വിധങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അഭിഷേകത്തിന്റെ ശക്തിയാൽ നിറയപ്പെട്ടു കഴിഞ്ഞപ്പോൾ കൂടെ ഇരിക്കുന്നവർക്ക് തന്നെയും സ്തേഫാനോസിന്റെ മേൽ വെളിപ്പെട്ട ശക്തി ഗ്രഹിക്കുവാൻ കഴിഞ്ഞിരുന്നു. അത്രമേൽ ദൈവത്തിന്റെ കൃപയാലാണ് സ്തേഫാനോസ് നടത്തപ്പെട്ടത്. ആമേൻ. അപ്പോൾ അത്രമേൽ സത്യം പറയുവാനായിട്ട് ദൈവത്തിന്റെ ശക്തി അവിടെ ഇടപെട്ടു. മനസ്സിലാക്കണം, നമുക്ക് ജീവിതത്തിൽ സത്യം പറയണമെന്നുണ്ടെങ്കിൽ അഭിഷേകമില്ലാതെ സത്യം പറയുവാൻ സാധിക്കത്തില്ല. അഭിഷേകമില്ലാതെ സത്യം വെളിപ്പെടുത്തുവാൻ കഴിയത്തില്ല. ജനത്തിന്റെ പരാജയങ്ങളും ജനത്തിന്റെ വീഴ്ചകളും വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അഭിഷേകമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ശക്തിയും ഇല്ലാതെ ഒരുവൻ ഒരിക്കലും കർത്താവിന്റെ നാമത്തെ വഹിക്കാൻ കഴിയത്തില്ല. ആമേൻ. പലപ്പോഴും പലരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആത്മശക്തിയില്ല, ദൈവശക്തി ഇല്ലാത്തത് കൊണ്ട് ജയിക്കുവാൻ കഴിയാതെ പലതിനും കീഴ്പ്പെടുകയാണ് ചെയ്യുന്നത്. ആമേൻ. നമ്മളിവിടെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു ഭാഗത്ത് നമുക്ക് പ്രവേശിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. കൊരിന്ത്യ ലേഖനം, ഹല്ലേലൂയ, കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം അതിന്റെ 11-ാം അധ്യായം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 11-ാം അധ്യായം. സ്തോത്രം. അവിടെ ശ്രദ്ധിക്കണം, ഈ അഭിഷേകം പ്രാപിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി യഥാർത്ഥത്തിൽ സൂക്ഷിക്കേണ്ടത് എന്താണ്? വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിന്റെ 11-ാം അധ്യായം അതിന്റെ 2 മുതൽ ഒന്ന് വായിച്ചേ, അല്ലെങ്കിൽ 3 മുതൽ വായിച്ചേ. 3. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുയേശുവിനോടുള്ള ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഹവ്വ ഉപായത്താൽ ചതിക്കപ്പെട്ടതുപോലെ ഇവിടെ പറയുന്നു, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ശ്രദ്ധിക്കണം, ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അവന്റെ മനസ്സാണ്. ഒരു ദൈവ പൈതലിന്റെ മനസ്സ് ദൈവകൃപയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ, ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ മനസ്സ് എന്ത് സംഭവിക്കുന്നു? അവിടെ പറയുന്നു, ഉപായത്താൽ ചതിക്കപ്പെടുകയാണ്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളാകുന്നത് എപ്പോഴാണെന്നറിയാവോ? മനസ്സ് ദൈവത്തിൽ നിന്ന് അകന്നു മാറുമ്പോഴാണ്. ഹല്ലേലൂയ. അഭിഷേകം നമ്മുടെ മനസ്സിനെ, നമ്മുടെ ദൈവത്തിന്റെ ആത്മാവ് സൂക്ഷിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ സൂക്ഷിക്കും, നമ്മുടെ മനസ്സിനെ സൂക്ഷിക്കും. എന്നാൽ നമുക്ക് പോരാട്ടം ഉണ്ടാകുന്നത് മനസ്സ് ചഞ്ചലപ്പെടുകയാണ്, നമ്മൾ മനസ്സ് മാറുകയാണ്. നമ്മൾ ദൈവത്തോടുള്ള ഏകാഗ്രത വിടുവാൻ പിശാച് പല തന്ത്രങ്ങളും കൊണ്ടുവരും. ഹല്ലേലൂയ. നാം മടുത്ത് ദൈവത്തോടുള്ള ഏകാഗ്രത, നമ്മുടെ മനസ്സിലുള്ള ഏകാഗ്രത വിടുമ്പോൾ ശത്രു ആകുന്ന പിശാച് നമ്മുടെ മേൽ ആധിപത്യം എടുക്കാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ അഭിഷേകമാകുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നാം പ്രാപിച്ചു ബലപ്പെടുമ്പോൾ മാത്രമാണ് ആ ശത്രുവിന്റെ ഗോപുരങ്ങളെ ഇടിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ അഭിഷേകമില്ലാതെ ഒരിക്കലും സാധിക്കത്തില്ല. എന്നാൽ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എന്താണ് ഈ അഭിഷേകത്തെ കുറിച്ച് പറയുന്നത്? ആമേൻ. അടുത്ത വാക്യങ്ങൾ ഒന്ന് വായിക്കാവോ? അപ്പോൾ ശ്രദ്ധിക്കണം, മറ്റൊരു യേശുവിനെ പ്രസംഗിച്ചാൽ അടുത്തത് നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവിനെ ശ്രദ്ധിക്കണം. അപ്പൊ മനസ്സ് മാറാൻ 2 ഘടകങ്ങൾ ഉപയോഗിക്കും. ഒന്ന് പ്രസംഗം ഉപയോഗിക്കും, 2 ആത്മാവിനെ ഉപയോഗിക്കും. അപ്പോൾ ഈ 2 ഉപയോഗങ്ങൾ തിരിച്ചറിയും. ഒരുവന്റെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിടാൻ 2 ഘടകങ്ങളാണ്. ഒന്ന് പ്രസംഗം,
ഒന്ന് സ്വന്തം മറ്റൊരാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട് ദൈവകൃപയിലിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ അവനെ ഉപദേശിച്ചു വഴിതെറ്റിക്കുവാൻ സ്വന്തം സാധിക്കത്തില്ല. വചനത്തിൽ ആഴം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, വചനത്തിൽ അടിസ്ഥാനമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവനെ ചന്ദിക്കുവാനോ അവനെ വഞ്ചിക്കുവാനോ ഒരിക്കലും സാധിക്കത്തില്ല. പക്ഷേ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു രണ്ട് ഘടകങ്ങൾ. അതായത് സ്വന്തം ഉപായത്താൽ ചതിക്കുന്നത് എങ്ങനെയാണ്? മറ്റൊരേശുവിനെ പ്രസംഗിച്ചാൽ അത് വളരെ അപകടകരമായി തീരും. ആമേൻ. നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് മടങ്ങി വരണം. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങളാണ്. നമ്മൾ വളരെ വായിക്കാറും ധ്യാനിക്കാറുമുള്ളൊരു വാക്യമാണ്. ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുവിൻ, അടുത്തത് നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു. അടുത്തത് ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കവും അത്രേ. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്കിത് ഇച്ചിരി കൂടെ മനസ്സിലാകണമെങ്കിൽ അടുത്ത വാക്യം വായിക്കണം. എന്താ അവിടെ വായിക്കുന്നത്? കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവിടെ വായിക്കുന്നത് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ അകമേ അവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ. സാത്താൻ എങ്ങനെയാണ് ഹവ്വായിനെ ചതിച്ചത്? എങ്ങനെയാണ്? ഉപദേശത്തിലാണ് അവരെ ചതിച്ചു കളഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇന്ന് അതേ ചതി ദൈവസഭയ്ക്കകത്തുമുണ്ട്. മറ്റൊരാത്മാവിനാൽ മറ്റൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുകയാണ്. ആ മറ്റൊരു ക്രിസ്തുവിനാൽ പ്രസംഗിക്കുന്നവൻ കള്ളപ്രവാചകനാണ്. ആ കള്ളപ്രവാചകൻ എന്താണ് പ്രസംഗിക്കുന്നതെന്ന് ഇവിടെ നമുക്ക് വ്യക്തമാകുന്നു ഒരു കാര്യം. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു. അപ്പോൾ ചോദ്യമുണ്ട്, ഇവരെന്താ ചെയ്യുന്നതെന്ന്. അത് വായിക്കണമെങ്കിൽ മനസ്സിലാക്കാൻ നമ്മൾ വായിച്ച വാക്യങ്ങൾ ഒന്നും കൂടെ വായിക്കണം. അതിന്റെ 13-14 ഒന്നും കൂടെ വായിക്കാം. ഇടുക്കുവാതിലൂടെ. അപ്പൊ കള്ളപ്രവാചകന്മാർ പറയും ഇടുക്കവില്ല, ക്രിസ്തീയ ജീവിതം ഇടുക്കമില്ല, അത് വളരെ വിശാലമാണ്. ഇടുക്കമില്ല, ഒരിക്കലും ഇടുക്കം വിചാരിക്കണ്ട. അങ്ങനെ ഇടുക്കം കൊണ്ടുവരുന്ന പൈശാചികമാണെന്ന് ഇവൻ പറയും. പിശാചിന്റെ ഏജന്റ് തന്നെ പറയും ഇടുക്കം കൊണ്ടുവരുന്നത് പിശാചാണ്. ശ്രദ്ധിക്കണം. ആമേൻ. എന്നാൽ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു. അവിടെ പറയുന്നത് ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുവിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. അപ്പൊ ഞാൻ പറയുന്നത് കള്ളപ്രവാചകന്മാർ പറയുന്ന ഒരു കാര്യം, സ്തോത്രം, ക്രിസ്തീയ ജീവിതത്തിൽ ഇടുക്കത്തിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ ജഡത്തിലെ എല്ലാ താല്പര്യങ്ങളും, ജഡത്തിലെ സകല മോഹങ്ങളും, എല്ലാ താല്പര്യങ്ങളും തൃപ്തിപ്പെടുത്തി മുമ്പോട്ട് പോകുവാനാണ് ദൈവം നിനക്ക് വേണ്ടി എല്ലാം ചെയ്തിരിക്കുന്നത്. ദൈവവചനം നിലനിൽക്കുന്നത് ഈ ലോകത്തിൽ ലോകസുഖങ്ങളും ജഡസുഖങ്ങളും പൂർണ്ണമായി ആസ്വദിച്ചു മുമ്പോട്ട് പോകുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്നാണ് കള്ളപ്രവാചകന്റെ ആത്മാവ് സംസാരിക്കുന്നത്. അപ്പൊ കള്ളപ്രവാചകൻ സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഹല്ലേലൂയ. കള്ളപ്രവാചകൻ സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ അടുത്തത് വായിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണ്? സ്തോത്രം, വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരാകുന്നു. ആമേൻ. സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുന്നത് ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്. നമ്മുടെ പ്രശ്നം അതാണ്. നിത്യതയിലേക്ക് പോകുന്ന വഴി ഒരിക്കലും ഇടുക്കം ഉള്ളതല്ല, അത് വളരെ വിശാലമാണെന്നാണ് ഇവർ പറയുന്നത്. ക്രിസ്തുവിലെ നിത്യജീവനിലേക്ക് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല നഷ്ടങ്ങളും കഷ്ടങ്ങളും ശോധനകളും പരീക്ഷകളും കടന്നു വരും. ഈ കഷ്ടങ്ങളും നഷ്ടങ്ങളും ശോധനകളും പരീക്ഷകളും ഏറ്റി അതിലൂടെ നാം സ്വന്തം ശുദ്ധീകരിക്കപ്പെട്ടാണ് മുന്നേറുന്നത്. അങ്ങനെ ഒരു ശുദ്ധീകരണത്തിന്റെ വ്യവസ്ഥ ഇല്ലെന്നാണ് കള്ളപ്രവാചകന്മാർ പഠിപ്പിക്കുന്നത്. അപ്പോൾ കള്ളപ്രവാചകന്മാർ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലവും അതിലൂടെ കടന്നു പോകുന്നവർ അനേകരത്രേ.
അപ്പോൾ മനസ്സിലാക്കണം, ഇവർ മുമ്പിൽ വെച്ചിരിക്കുന്ന വഴിയിലൂടെ കടന്നു പോകുന്നവർ അനേകരായിരിക്കും. ഇവർക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന വഴി വിശാലമായിരിക്കും. അത് നാശത്തിലേക്കുള്ള വഴിയാണെന്ന് ദൈവവചനമേ പറയുന്നുള്ളൂ. ഇവർ ഒരിക്കലും പറയില്ല അത് നാശത്തിലേക്കാണെന്ന്. കാര്യം അവർ എതിർക്കുന്നത് ക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട്, സത്യത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ കടന്നു പോകുന്ന ഇടുക്കത്തിന്റെ വഴി ക്രിസ്തീയ ജീവിതത്തിന് ഇല്ലെന്നാണ് കള്ളപ്രവാചകന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തുന്ന മഹത്വപ്രതിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇടുക്കം ഉള്ളത് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിന് മാത്രമേ ഉള്ളൂ. കള്ളപ്രവാചകന്മാർ അതാണ് ഒരിക്കലും അംഗീകരിക്കാത്തത്. അടുത്ത വാക്യം വായിച്ചേ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ആടുകളുടെ വേഷം പൂർണ്ണ് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമേയോ കടിച്ചു കയറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. നോക്കി, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവരുടെ ഫലം എപ്പോഴും എന്താണെന്നറിയാവോ? കഷ്ടതകൾക്കോ നഷ്ടങ്ങൾക്കോ കർത്താവിന്റെ നാമം ധരിച്ച് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നതിനെ കുറിച്ചൊന്നും ഇവർ സംസാരിക്കില്ല. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലമുണ്ട്, അതൊന്നുമില്ല. ഇവർ നേടുന്നതിനെ കുറിച്ച് മാത്രമേ സംസാരിക്കത്തുള്ളൂ. ഇവർ കൊടുക്കുന്നതിനെ കുറിച്ചൊന്നും മിണ്ടത്തില്ല. കാര്യം അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിന്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചേ. 7:12. 7:12. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ഒക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ദാസനാണെങ്കിൽ നിങ്ങൾക്ക് സ്തോത്രം എന്ത് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ ചെയ്യും. വിശേഷിച്ച് സഹോദരവർഗങ്ങൾക്ക് ചെയ്യും. രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലേക്ക് വരുന്നവർക്ക് കൊടുത്ത് സ്തോത്രം യഥാർത്ഥ ദൈവസ്നേഹം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ കള്ളപ്രവാചകന്മാർ അത് ചെയ്യുകയില്ല. അവർ നേടുന്നതിനെ കുറിച്ചേ പറയുള്ളൂ, കൊടുക്കുന്നതിനെ കുറിച്ച് ഒരിക്കലും പറയുകയില്ല. അവരുടെ ജീവിതത്തിൽ നഷ്ടം വരാൻ അവർ സമ്മതിക്കുകയില്ല. അത് കള്ളപ്രവാചകന്മാരുടെ ഒരു പ്രത്യേക ഫലം തന്നെയാണത്. ഹല്ലേലൂയ. അപ്പോ കള്ളപ്രവാചകന്മാര് ചതിക്കുന്നത് ഈ വിധത്തിലായിരിക്കും. അവർ നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലമാണ്. അവര് വ്യാഖ്യാനിക്കും. ജനം അധികമായി കൂടി വരുന്നു, കാരണം ഇതിന് ഇടുക്കമില്ല. അനേകർക്ക് ഈ വഴി ദൈവം ഒരുക്കി വെച്ചിട്ടാണെന്ന് ഓർക്കണം. അനേകർ വരാത്തത്. അങ്ങനെ വരുന്നവരെല്ലാം യഥാർത്ഥത്തിൽ പാപത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ പാപത്തിൽ ജീവിച്ച, പാപത്തിൽ മരിക്കുന്നു. കർത്താവിന്റെ ടൈറ്റിൽ വെച്ചോണ്ടാണ് ഇവർ കളിക്കുന്നത് ഓർക്കണം. അതാണ് കള്ളപ്രവാചകന്മാരുടെ ഒരു പ്രത്യേക വിശേഷണം. ആമേൻ, സ്തോത്രം. അതായത് കഷ്ടമുണ്ട് എന്ന് ഇവർ ഒരിക്കലും പറയത്തില്ല. ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടെന്ന് ഇവർ ഒരിക്കലും പറയത്തില്ല. കഷ്ടമുണ്ട്, പ്രതിസന്ധിയുണ്ട്, ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്, ഇതൊരിക്കലും ഇവർ പറയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വായിച്ച കൊരിന്ത്യ ലേഖനത്തിന്റെ അകത്ത് 11-ാം അധ്യായത്തിന്റെ അകത്തോട്ട് വായിക്കുമ്പോൾ നമ്മൾ വായിച്ച 11-ന്റെ 4-ാം വാക്യം, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലോ ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൊരിന്ത്യർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. സ്തോത്രം. പൗലോസ് ഇവിടെ പറയുകയാണ്, മറ്റൊരു ആത്മാവിനാൽ മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ കയ്യും കെട്ടിയിരുന്ന് അത് കേൾക്കുന്നത് പൗലോസിന്റെ കണ്ണിൽ ആശ്ചര്യമാണ്. സ്തോത്രം. അപ്പോൾ അത് തെറ്റായി കാണുവാനായിട്ട് റെഡിയാകുന്നില്ല, കുറവായിട്ട് കാണുവാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ സ്തോത്രം മറ്റൊരു ആത്മാവ്. അപ്പൊ ശ്രദ്ധിക്കണം, കൃപാവരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വരമാണ് വിവേചന വരം. നമുക്ക് വിവേചിക്കണം, ഇത് ദൈവത്തിൽ നിന്നാണോ ഈ ആത്മാവ് വരുന്നത്, ഇവൻ ദൈവത്തിന്റെ ആത്മാവിലാണോ ഈ നിൽക്കുന്നത് എന്ന് വിവേചിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഒരു വരമാണ് വിവേചന വരം എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൈനിങ് സ്പിരിറ്റ്. അപ്പോൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ വിവേചിച്ച് മനസ്സിലാക്കണം ഇവൻ ഏത് ആത്മാവിലാണ് നടക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ശ്രദ്ധിക്കണം. സ്തോത്രം. വിവേചന വരമില്ലാത്തവർ, സ്തോത്രം, കഴിഞ്ഞ ദിവസമെല്ലാം ചിന്തിച്ചൊരു കാര്യമാണ്, സഭയ്ക്കകത്ത് സ്തോത്രം അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്തു വന്നാൽ, അപ്പൊ ആത്മവരമില്ലാത്തവൻ സ്തോത്രം മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നത് കേട്ടാൽ അതിൽ വീഴും. ആത്മവരമില്ലാത്തവൻ സ്തോത്രം
സ്വന്തം വിവേചനമില്ലാത്തവനാണ്. അവൻ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നത് കേൾക്കുകയോ സ്വന്തം കള്ളപ്രവാചകന്മാരുടെ കൈവപ്പിനാൽ ലഭിക്കുന്ന മറ്റൊരു ആത്മാവ് അവനിലേക്ക് കടന്നു വരികയോ ചെയ്യുമ്പോൾ അതിനെ എതിർക്കുകയില്ല. കാര്യം അവൻ അറിയത്തില്ല ഇത് ദൈവത്തിൽ നിന്നാണോ അല്ലയോ എന്ന്. അപ്പോൾ ഫലം കൊണ്ട് സ്വന്തം മരത്തെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവാകുന്ന അഭിഷേകം നമ്മൾ പ്രാപിച്ചിരിക്കണം. അഭിഷേകമില്ലാതെ നമുക്കൊരിക്കലും ഇങ്ങനെയുള്ളതിനെ നമ്മൾ തിരിച്ചറിയാൻ സാധിക്കത്തില്ല. അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വന്തം ഇത് ദൈവത്തിൽ നിന്നാണോ ലോകത്തിൽ നിന്നാണോ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ തന്നെ യാക്കോബിന്റെ ലേഖനം, ഈ ഭാഗം നമ്മൾ മടങ്ങി വരണം. നമ്മൾ വായിക്കേണ്ട യാക്കോബിന്റെ ലേഖനം, അതിന്റെ യാക്കോബിന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിക്കാവോ? യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം ഞാൻ വായിക്കാം. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോഷ്കു പറയുകയും അരുത്. ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണിത്. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോഷ്കു പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും അത്രേ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഫലമില്ലാത്ത ഒരു ആത്മാവ്, സ്തോത്രം, അവനെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാത്ത ഒരു ആത്മാവ്, സ്തോത്രം, മനസ്സിലാക്കേണ്ട ഒരു ഫലമില്ലാത്ത ഒരു ആത്മാവ്, ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാത്ത ഒരു ആത്മാവ്, കാൽവരി ദർശനം വെളിപ്പെടുത്താത്ത ഒരു ആത്മാവ്, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള തിരിച്ചറിവ് ലഭിക്കാത്ത ഒരു ആത്മാവ്, ഇങ്ങനെ ഒരു ആത്മാവ് വന്നാൽ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്നാൽ അങ്ങനെ വരുന്ന ഒരു ആത്മാവ് ദൈവത്തിൽ നിന്നാണോ എന്ന് തിരിച്ചറിയുന്നത് അവന്റെ ഹൃദയം എപ്പോഴും കയ്പായിരിക്കും. പരിശുദ്ധാത്മാവല്ല, മറ്റൊരു ആത്മാവാണെങ്കിൽ ആ ആത്മാവ് ഹൃദയത്തിൽ വിതയ്ക്കുന്നത് കയ്പായിരിക്കും. എപ്പോഴും കയ്പിന്റെ കാര്യങ്ങൾ മാത്രം, മറ്റൊരുവന്റെ കുറവും നഷ്ടങ്ങളും സ്വന്തം പോരായ്മകളും മാത്രം ചൂണ്ടിക്കാണിക്കുന്ന ആത്മാവ്. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക, ഒരുവന്റെ മാനസാന്തരത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് നല്ല ഫലം കായ്ക്കേണ്ടതിന് ഉപദേശിക്കുന്നത് വേറെ വിഷയം. ഇത് എപ്പോഴും ഹൃദയത്തിൽ അസൂയയും സ്വന്തം വഴക്കും ഷണ്ടയും ഇടുന്ന ആത്മാവിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഹല്ലേലൂയ. ആ വാക്യം ശ്രദ്ധിക്കണം. സ്തോത്രം. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യ, അടുത്തത് ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോഷ്കു പറയുകയും അരുത്. അടുത്തത്, ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും മാത്രം. 3 കാര്യമാണ് അവിടെ പറയുന്നത്. സ്തോത്രം. അവിടെ പറയുന്നത് ദിസ് വിസ്ഡം ഈസ് നോട്ട് ദാറ്റ് വിച്ച് കംസ് ഡൗൺ ഫ്രം എബവ് ബട്ട് ഈസ് എർത്ത് നാച്ചുറൽ ആൻഡ് ഡീമോണിക്. 3 കാര്യമാണ് പറയുന്നത്. എന്തൊക്കെയാണ്? എർത്ത്, നാച്ചുറൽ ആൻഡ് ഡീമോണിക്. അപ്പോൾ സ്തോത്രം, ഭൗമികമാകുന്ന അത് ലോകകാര്യം മാത്രം പറയുന്ന ആത്മാവിനെ ശ്രദ്ധിച്ചോണം. അവൻ വാതുറന്നാൽ ലോക വിഷയമേ പറയൂ. ലോകത്തിൽ ഉയരുക, ലോകത്തിൽ വികസിക്കുക, ലോകത്തിൽ വളരുക, ലോകത്തിൽ അഭിവൃദ്ധിപ്പെടുക, ഇതാണ് ലോകത്തിന്റെ ആത്മാവ് കയറിയാൽ അവന്റെ വായിൽ നിന്ന് വരുന്നത്. ഇതിനെ പ്രാപിക്കുന്നവന് ലോകകാര്യമേ ചിന്തിക്കൂ. ലോകത്തിലുള്ളതേ അവന്റെ വിഷയമായിരിക്കുന്നുള്ളൂ, ഉയരത്തിലുള്ളത് ചിന്തിക്കത്തില്ല. സ്തോത്രം. ക്രിസ്തുവിനെ കുറിച്ച് അവന് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. അവൻ പറയുന്നത് വളരെ വിശാലമായ ഒരു വഴി നിനക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. ഈ വിശാലമായ വഴി ലോകത്തിൽ തന്നെയുണ്ട്. അത് കർത്താവ് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് കർത്താവ് നിനക്ക് കൊടുക്കുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ വിശാലമായ വഴിയല്ല. നിസ്വാർത്ഥ തേജസ്സിൽ നിത്യജീവിലേക്ക് പോകുന്ന വഴി ഇടുക്കവും ഞെരുക്കവും അത് കണ്ടെത്തുന്നവർ ചുരുക്കവും അത്രേ. മനസ്സിലാക്കണം, ചുരുക്കം പേര് കഷ്ടം സഹിച്ച് ആ പാത കണ്ടെത്തുന്നവർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. എല്ലാവരും ആ പാത കണ്ടെത്തുന്നില്ല. എന്നാൽ ഇവിടെ മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തില് നമ്മൾ തിരിച്ചറിയുമ്പോൾ, എന്നാൽ ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും അത്ര. അടുത്തത്, ഈർഷ്യയും ശാഠ്യവും ഉള്ള ഇടത്ത്. ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ് ഈർഷ്യ. നിങ്ങൾ ശ്രദ്ധിക്കണം, ലോക വിഷയങ്ങളിലേക്ക് ഒരുവൻ ഇറങ്ങുമ്പോഴാണ് ഈ ശാഠ്യം ഉണ്ടാവുന്നത്. കാര്യം അവന് വെട്ടിപ്പിടിക്കണം, നേടണം,
അല്ല മറ്റൊരുവനെ തരം താഴ്ത്തണം, മറ്റൊരുവനെ ഹനിക്കണം, എങ്കിൽ മാത്രമേ ഇവന് ലാഭവും ഉയർച്ചയും കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ പ്രവർത്തിക്കേണ്ടത് ശാഠ്യമായിരിക്കണം. ശ്രദ്ധിക്കേണ്ട വിഷയമാട്ടോ. അവിടെ പ്രവർത്തിക്കേണ്ടത് ശാഠ്യമായിരിക്കണം, ശാഠ്യത്തിന്റെ ആത്മാവ്. അടുത്തത് ശ്രദ്ധിക്കണം. സ്തോത്രം. ഭൗമികവും പ്രാകൃത പൈസ ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. സ്തോത്രം. ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. അപ്പോ ഇതിന്റെ പിന്നിൽ മനസ്സിലാക്കണം, മറ്റൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നിടത്തൊക്കെ ഈ ദുഷ്പ്രവൃത്തിയുണ്ട്, ദുർനടപ്പുണ്ട്, അശുദ്ധ ജീവിത ശൈലിയുണ്ട്. അപ്പോൾ അങ്ങനെ അതിനെ ജീവിച്ചെങ്കിൽ മാത്രമേ ഇവന് ദുരാത്മാവിന്റെ ശക്തിയിൽ നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്നാൽ അഭിഷേകത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവ പൈതൽ ഈ വക അധാർമിക വഴികളെ ത്യജിച്ച് അത് കേൾക്കുമ്പോഴേ അവന്റെ ഇന്ദ്രിയങ്ങളെ സൂക്ഷിച്ച് അതിൽ നിന്ന് പുറപ്പെട്ടു പോകും. അതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ദൈവ പൈതലിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നില്ലെങ്കിൽ ഇങ്ങനെ വീണു പോകുവാൻ ഇടയായിത്തീരും. യാക്കോബ് വ്യക്തമായിട്ട് പറയുന്നു, ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഇത് കീഴിൽ നിന്ന് വരുന്നത് ഭൗമികമാണ്, പ്രാകൃതമാണ്, പൈശാചികമാണ്. എർത്തിലി, നാച്ചുറൽ ആൻഡ് ഡീമോണിക്, ഈ 3 കാര്യങ്ങൾ വരും. അപ്പോൾ മനസ്സിലാക്കണം, സ്തോത്രം, ലോക കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ നിന്നെ വലിയവനാക്കുന്ന കാര്യത്തെക്കുറിച്ച് സ്തോത്രം എപ്പോഴും ഇടമുറിയാതെ പറയുന്ന നാവുകളെയും ശുശ്രൂഷിക്കുന്നവരെ ശ്രദ്ധിച്ചോണം കേട്ടോ. അവര് വിശാലമായ വഴിയെ പ്രസംഗിക്കത്തുള്ളൂ, ഇടുക്കമുള്ള കാര്യം പറയത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ സ്വന്തം ശക്തി ലഭിച്ചിട്ട് കർത്താവിന്റെ സാക്ഷികളാകുന്നതിനെ കുറിച്ച് പറയില്ല. ആ സാക്ഷ്യം പാപജീവിതത്തിൽ നിന്ന് ഒഴിവായി വന്ന് നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ളതെന്ന് ഒരിക്കലും ഗ്രഹിക്കത്തില്ല. അതാണ് ഒരിക്കലും അവർക്ക് ഇടുക്കമുള്ള വഴി തിരിച്ചറിയില്ല. ലോകരുടെ മുമ്പിൽ ഇടുക്കമുള്ള വഴിയെ നാശമായി അവര് ചിത്രീകരിക്കും. കാരണം മനസ്സിലാക്കണം, ഇവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഉയരത്തിൽ ചെല്ലുകയില്ല. ഉയരത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നിത്യജീവനിലേക്ക് ഉയരുകയില്ല. അത് നിമിത്തം നിത്യജീവൻ, ദൈവരാജ്യം, ദൈവത്തിന്റെ സന്നിധി, ഈ വക വിഷയങ്ങളെ എപ്പോഴും ഇടുക്കവും ഞെരുക്കവുമായിട്ട് മാത്രം ചിത്രീകരിക്കുകയും ഈ ആയുസ് സുഖമുള്ളതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ള ശുശ്രൂഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരങ്ങൾ ഉദ്യോഗത്തോട് മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് വളരെ മനസ്സിലാക്കണം, ദൈവ സന്നിധിയിൽ ഒരുക്കപ്പെട്ടവർക്ക് മാത്രമേ അക്കരെ കടക്കുവാനായിട്ട് ഇടയാകത്തുള്ളൂ. ആമേൻ. അടുത്ത് വായിക്കുന്നത് ശ്രദ്ധിക്കണം. അതിന്റെ 17-ാം വാക്യം, ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമോ സ്തോത്രം ഈ നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തത്. പക്ഷപാതവും കപടവും, ഏതൊന്നിനും കപടം കാണിക്കുന്നവരെ ശ്രദ്ധിച്ചോണം. ഏതൊന്നിനും പക്ഷം തിരിഞ്ഞ് നിൽക്കുന്നവരെ ശ്രദ്ധിക്കും. അവർക്കൊരു ന്യായം പറയാൻ കഴിയത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ന്യായം പറയാൻ ഒരുവന്റെ നാവിന് ശക്തി കിട്ടണമെങ്കിൽ ഈ പക്ഷാഭേദം വിട്ടുകളയണം. ജീവിതത്തിൽ സത്യം പറയാതെ ഒരുവനോട് ഒരുവൻ ചേർന്ന് നിന്നുകൊണ്ട് ന്യായത്തെ ഹനിക്കുന്നവനുണ്ടെങ്കിൽ അവന്റെ ആയുസ്സിലോ അവനാകട്ടെ അവളാകട്ടെ ഒരിക്കലും ന്യായം പ്രസംഗിക്കുവാൻ സാധിക്കത്തില്ല. പക്ഷാഭേദത്തിന്റെ ആത്മാവ് ഒരിക്കലും പരിശുദ്ധാത്മാവല്ല. കപടത്തിന്റെ ആത്മാവ് ഒരിക്കലും പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവിനെ നടത്തപ്പെടുന്ന ഒരുവൻ ഉയരത്തിലെ നീതി വെളിപ്പെടുത്തും. അവന്റെ രാജ്യം വരുന്നതേ ഉള്ളൂ. അവന്റെ രാജ്യത്തിൽ അവൻ പ്രവേശിക്കുന്നതിന് ഈ ഭൂമിയിൽ ഫലമുള്ളവനായി ജീവിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് അവനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ വായിച്ച കൊരിന്ത്യ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. കൊരിന്ത്യ ലേഖനത്തിലേക്ക് നമ്മളോട് വരുമ്പോൾ സ്തോത്രം, അവിടെ പൗലോസ് പല കാര്യങ്ങൾ അവിടെ പറയുന്നു. എന്നാൽ ഈ 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വായിച്ചു ഉപായത്താൽ സാത്താൻ ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ എന്ന് നമ്മൾ കണ്ട ആ വാക്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു. എന്നാൽ ഇത് വായിക്കുന്ന സമയത്ത് ഈ കൊരിന്ത്യരുടെ ഇടയിൽ മറ്റൊരു പ്രശ്നമുണ്ട്. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 10-ാം അധ്യായം, കൊരിന്ത്യർക്ക് എഴുതുന്ന 2-ാം ലേഖനം അതിന്റെ 10-ാം അധ്യായം അതിന്റെ അതിന്റെ 8-ാം വാക്യം മുതലൊന്ന് വായിച്ചേ. നിങ്ങളെ ഇടിച്ചു കളവാനല്ല, അല്ല 5 മുതൽ വായിച്ചു. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിനും വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി
നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങൾ പുറമേ ഉള്ളത് നോക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ കൊരിന്ത്യരോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ പുറമേ ഉള്ളതാണ് നോക്കുന്നത്. ഈ കള്ളപ്രവാചകൻ മറ്റൊരാത്മാവിനെ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നവർക്ക് അവർക്ക് പുറമേ ഉള്ള കാര്യമേ വിഷയമുള്ളൂ. പിന്നെ ഉയരത്തിലേക്ക് എത്തിക്കാത്ത ആത്മാവ്, ക്രിസ്തുവിനെ വെളിപ്പെടുത്താത്ത ആത്മാവ്, ലോകത്തിൽ സകലവിധ സുഭിക്ഷതയും വെളിപ്പെടുത്തുകയും വിശാലതയും വരുത്തുകയും ചെയ്യുന്ന ആത്മാവ്, ആമേൻ, പാപമോചനവും വീണ്ടും ജനനവും നൽകുന്നതിനാണ് ക്രിസ്തു വന്നത്. അതുകൊണ്ട് വിശുദ്ധരായും വേർപെട്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാനായിട്ട് ഒരിക്കലും ഈ മറ്റൊരാത്മാവ് ഇടവരുത്തത്തില്ല. അപ്പോൾ ഇവരെപ്പോഴും പുറമേ ഉള്ളതേ നോക്കുകയുള്ളൂ, പുറമേ ഉള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് കൊരിന്ത്യർക്ക് വ്യക്തമായിട്ട് എഴുതി. അപ്പൊ കൊരിന്ത്യ സഭയ്ക്കകത്ത് മറ്റൊരാത്മാവ് നടത്തപ്പെടുന്ന ഒത്തിരി പേരായി. ആമേൻ, സ്തോത്രം. കൊരിന്ത് പട്ടണം പല വിധത്തിലും അത് സ്തോത്രം സുഭിക്ഷതയും അത് എല്ലാ തലത്തിലും അവിടെ ലക്ഷറിയാണ് ആ ദേശം. അപ്പോൾ തന്നെ അധാർമികമായ മേഖലകളിലും പ്രബലപ്പെട്ട് കിടക്കുന്ന ഒരു പട്ടണമാണ് കൊരിന്ത് പട്ടണം. അപ്പോൾ അവിടെ ജീവിതത്തിൽ അസാൻമാർഗീയമായ വഴികളിലൂടെ പോകുന്ന ജനത്തിന് സന്മാർഗം അറിയത്തില്ല. അപ്പോൾ അവരെ യഥാക്രമത്തിൽ നടത്തണമെങ്കിൽ സത്യ ഉപദേശം അവിടെ വെളിപ്പെടണം. അപ്പോൾ ഈ ഉപദേശത്തിനൊന്നും തന്നെ ഈ ജനം വിധേയപ്പെടുകയില്ല. കൊരിന്ത്യരുടെ പ്രശ്നം അതാണ്. അപ്പോൾ പിന്നീട് വന്നപ്പോൾ ജഡ സ്വഭാവത്തിൽ ജീവിക്കുന്നവരുടെ എണ്ണം പെരുകി വന്നു, ജഡീകരുടെ എണ്ണം പെരുകി വന്നു. അപ്പോൾ തന്നെ അവിടെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും കൊരിന്ത്യർക്ക് ഒരു കുറവുമില്ല. പക്ഷേ ആ അത്ഭുത അടയാളവും മറ്റൊരാത്മാവാണ് ചെയ്യുന്നത് എന്ന് പൗലോസ് വെളിപ്പെടുത്തുമ്പോൾ കൊരിന്ത്യർക്ക് അത് മനസ്സിലാകുന്നില്ല. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇത് മറ്റൊരാത്മാവിനാലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് എന്ന് കൊരിന്ത്യർക്ക് എഴുതി ലേഖനം കൊടുക്കുമ്പോഴും കൊരിന്ത്യർക്ക് അത് മനസ്സിലാകുന്നില്ല. അവർ ചോദിക്കുന്നത് ദൈവാത്മാവിനാൽ അല്ലാതെ ഈ അടയാളങ്ങൾ നടക്കുമോ? അവരുടെ ബുദ്ധി അങ്ങനെ പറയും. പക്ഷെ അവർ ദൈവത്തിന്റെ ആത്മാവിനാൽ നടക്കാതെയും ഉപദേശത്തിൽ നിൽക്കാതെയും വരുമ്പോൾ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കാതെ ഒരിക്കലും അവരുടെ സ്തോത്രം എല്ലാ ജഡ സ്വഭാവങ്ങൾക്കും മാറ്റം വരാതിരിക്കുകയാണ്. ജഡ സ്വഭാവത്തിൽ ഇരിക്കുന്നവൻ ഒരിക്കലും ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കാര്യം അവരുടെ ജഡം അത് അനുഭവിക്കത്തില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ട് ജഡത്തിന്റെ പ്രവർത്തികളെ ക്രൂശിച്ച ഒരുവന് മാത്രമേ ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ ഈ കൊരിന്ത്യയില് നമ്മൾ നോക്കുമ്പോൾ അവിടെ മറ്റൊരു പ്രശ്നം അവിടെയുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, 2-ാം ലേഖനം 10-ാം അധ്യായം നമ്മൾ വായിച്ചേ. അതിന്റെ സ്തോത്രം അവിടെ വായിക്കുന്നത്, നമ്മൾ വായിച്ച വാക്യം എത്ര വാക്യം വരുന്നത്? 5-ഓ 4-ഓ? വായിച്ചത് അല്ല 4 മുതൽ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. ശ്രദ്ധിക്കണം കേട്ടോ, പൗലോസ് പറയുകയാണ് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. അപ്പൊ ജഡത്തിൽ നടക്കുന്നവർ അവിടെ ഉണ്ട്, ജഡ സ്വഭാവത്തിൽ നടക്കുന്നവരുണ്ട്. ആ ജഡ സ്വഭാവത്തിൽ നടക്കുന്നവര് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവചനങ്ങളും ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ഫലമില്ലാത്തവൻ പ്രാർത്ഥിക്കുമ്പോഴും ഫലമില്ലാത്തവൻ ശുശ്രൂഷിക്കുമ്പോഴും അത്ഭുതം അടയാളം നടക്കുന്നതിന് കാരണം എന്നാണെന്നറിയാവോ? അത് മറ്റൊരാത്മാവിന് അത് സാധിക്കും. പക്ഷെ ഒരിക്കലും ആത്മാവിന്റെ ഫലമാണ് അവരിൽ സൃഷ്ടിക്കുവാൻ കഴിയാതെ വരുന്നത്. ആത്മാവിന്റെ ഫലം ഒരിക്കലും അവിടെ കാണുകയില്ല. ആ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിച്ചു വായിക്കാം. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങൾ അല്ല. അടുത്തത്, കോട്ടകളെ വായിച്ചേ, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ആമേൻ. 10-ന്റെ സ്തോത്രം 4-ാം വാക്യം മുതൽ. 2 കൊരിന്ത്യർ 10-ന്റെ 4-ാം വാക്യം. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അപ്പോൾ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന, അടുത്ത വാക്യം വായിക്കുന്നത്, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ച. 2 കാര്യങ്ങളാണ്. ദൈവത്തിന്റെ ആത്മാവിനാൽ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചൊരു ദൈവ പൈതൽ സ്തോത്രം, അവന് പോരാട്ടമുള്ളത് സങ്കല്പങ്ങൾക്കെതിരായിട്ടാണ്.
അടുത്തത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി ഉയർന്ന ഉയർച്ച. ഇത് എവിടെയാണ്? ഇത് ഹൃദയത്തിലാണ് സംഭവിക്കുന്നത്, മനസ്സിലാണ് സംഭവിക്കുന്നത്. അതാണ് നമ്മൾ തൊട്ടപ്പുറത്ത് വായിച്ചത്. സ്വന്തം ഹൗവായി ഉപായത്താൽ ചതിക്കും, സാത്താൻ ഹൗവായി ഉപായത്താൽ ചതിക്കും. അതുകൊണ്ട് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർബലതയും വിട്ട് നിങ്ങളുടെ മനസ്സ് വഷളായി പോകുമോ എന്നാണ് ഭയപ്പെടുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, മനസ്സിന് നേരെ വരുന്ന അറ്റാക്കുകളുണ്ട്, മനസ്സിന് നേരെ വരുന്ന സ്വത്രം ഹാളലിയ ശത്രുവാകുന്ന പിശാചിന്റെ ഉപദ്രവങ്ങളുണ്ട്. അതിനെയാണ് യഥാർത്ഥത്തിൽ ജയിക്കേണ്ടത്. ഈ മനസ്സിലേക്കാണ് സങ്കല്പങ്ങൾ വരുന്നത്. ലോകമോഹം വരുന്നത് സങ്കല്പമാണ്. ജഡത്തിന്റെ താല്പര്യം ജഡനിമിത്തം മനസ്സിലേക്ക് കൊണ്ടുവരും. എന്നാൽ ഇതിനെ ഇടിക്കുകയാണ് യഥാർത്ഥത്തിൽ അഭിഷേകം പ്രാപിച്ച ദൈവ പൈതലിന്റെ ജീവിതത്തിൽ വരേണ്ടത്. അഭിഷേകം നമ്മളിൽ ഇടപെടുന്നത് ഈ വക എല്ലാ നിരൂപണങ്ങളെയും ജയിക്കുവാനാണ്, ഈ വക എല്ലാ അശുദ്ധികളെയും ജയിക്കുവാനാണ് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ. അവിടെ വായിക്കുന്ന വാക്യം ശ്രദ്ധിക്കണം. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. അപ്പൊ ഏത് വിചാരങ്ങളെ ക്രിസ്തു യേശുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. ഇത് ആത്മാവിലെ നടക്കുകയുള്ളൂ, പരിശുദ്ധാത്മാവിലെ ഇത് സംഭവിക്കുകയുള്ളൂ. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ മനസ്സിനോട് പോരാടുന്ന, മനസ്സിനെ വശീകരിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ ജഡത്തിലെ ഒരു കാര്യങ്ങൾക്കും അതിനെ ജയിക്കാൻ പറ്റത്തില്ല. മനസ്സിലാക്കണം. ചിലർ മാർഷൽ ആർട്സ് പഠിക്കുന്നവരുണ്ട്, ചിലർ യോഗ പഠിക്കുന്നവരുണ്ട്, അല്ല മറ്റ് പല ട്രെയിനിങ്ങുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. എന്തിനാണെന്നറിയാം? മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ. ഒരു കാര്യം ഞാൻ പറയാം, ജഡത്തിലെ കടന്നു വരുന്ന സങ്കല്പങ്ങളെയും മോഹങ്ങളെയും നിയന്ത്രിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ കഴിയത്തില്ല. ഇത് ദൈവമക്കൾക്ക് മാത്രമാണ് ദൈവം നൽകുന്നത്. മറ്റൊരു ട്രിക്കും ഇതിൻ്റെ അകത്ത് ഫലിക്കത്തില്ല, മറ്റൊരു തന്ത്രങ്ങളും ഇതിനകത്ത് ഫലിക്കത്തില്ല. ശ്രദ്ധിച്ചു കേൾക്കണം. പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഹൃദയങ്ങളെ നിയന്ത്രിക്കപ്പെടുന്നെങ്കിൽ മാത്രമേ ശത്രുവാകുന്ന പിശാചിനെ ജയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണ്? അതിന്റെ അടുത്ത വാക്യം, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. അപ്പൊ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുന്ന ശക്തി ദൈവത്തിൽ നിന്നാണ് വരേണ്ടത്. അത് ദൈവത്താൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. ഒരു ദുർമോഹിയോ ഹൃദയപ്രകാരം ദുർനടപ്പുകാരനോ അശുദ്ധനോ ഏത് വിധത്തിൽ ഹൃദയത്തിൽ അശുദ്ധിയുള്ള ഒരുവൻ അവന്റെ പുറമേ ഉള്ള ജീവിതത്തിൽ അവൻ അശുദ്ധി പ്രവർത്തിക്കും. അവന്റെ മനസ്സിലുള്ള അശുദ്ധി അവന്റെ ശരീരം കൊണ്ട് പ്രവർത്തിക്കുവാൻ അവൻ വരുന്ന നാളുകളിൽ സ്തോത്രം അവന് സാധിച്ച എല്ലാ വഴികളിലേക്കും തിരിയും. ഇതാണ് പാപം ഒരുവനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പാപ പ്രവർത്തികളെ ജയിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അല്ലാതെ അതിനെ ജയിക്കുവാൻ സാധിക്കത്തില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ സ്തോത്രം ഹാളല് ദൈവസഭയ്ക്കകത്ത് നോക്കുമ്പോൾ അഭിഷേകമുള്ളവരും പാപശക്തികളെ ജയിച്ച് മുന്നേറുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഭിഷേകമുള്ളവരുടെ എണ്ണം കുറയുന്നു. അഭിഷേകം പ്രാപിച്ചവർക്ക് വചനമെന്ന ആത്മാവിന്റെ ആഹാരം കിട്ടുന്നില്ല. അനേകടുത്ത് ആത്മാവിന്റെ ആഹാരമാകുന്ന വചനം ആത്മാവിന് നിറവോടെ കൊടുക്കാത്തത് കൊണ്ട് അഭിഷേകം പ്രാപിച്ചവരോ അനേകർ സ്വന്തം അവരിലെ കൃപ ചോർന്നു പോകുകയോ ആത്മാവിൽ ക്ഷയിച്ചു പോകുന്ന അനുഭവത്തിലാണ് വരുന്നത്. ദൈവശക്തി പ്രാപിക്കുവാൻ കഴിയാതെ പാപപ്രവർത്തികൾക്ക് വിധേയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്ന് അനേക ഇടങ്ങളിൽ പാപ സ്വഭാവങ്ങളെ ജയിക്കുവാൻ അനേകർ സ്വന്തം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ മനസ്സിലാക്കണം, പൗലോസ് പറയുന്നു, കൊരിന്ത്യരോട് പറയുന്നു, കൊരിന്ത്യരെ സ്വതന്ത്രം നിങ്ങൾ പലതിലും ഞങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്, പലതും ഞങ്ങളെ വിധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ പൗലോസ് അവിടെ ശക്തമായിട്ട് പറയുന്നു, എന്നാൽ ഞങ്ങൾ പ്രാപിച്ച അഭിഷേകമുണ്ടല്ലോ അത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെ ഇടിച്ചു കളയുവാൻ തക്കവണ്ണമാണ് പ്രാപ്തമായിരിക്കുന്നത്. മനുഷ്യരുടെ നോട്ടത്താലോ തിരസ്കരണത്താലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമായി സംസാരിച്ചാലൊന്നും ഒരിക്കലും നാശമായി പോകാത്തതും നഷ്ടമായി പോകാത്ത ഒരു വലിയ ദാനമാണ് ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, അവിടെ പൗലോസ് പറയുന്ന കാര്യം ശ്രദ്ധിക്കണം, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങൾ അല്ല. നമ്മൾ പലപ്പോഴും
പല സമയത്തും സ്തോത്രം നമ്മൾ പറയുന്നൊരു വാക്യമാണ്, നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല എന്ന് പറയുമ്പോൾ എന്നാൽ പോരിന്റെ ആയുധം പിന്നെ എന്നതാന്ന് പറയണം. ഹല്ലേലൂയ. എന്നാൽ ഈ ആയുധം കൊണ്ട് എങ്ങനെയാണ് ഞാൻ പോരാടുന്നതെന്ന് പറയണം. ഞാൻ ഏതിനോടാണ് പോരാടുന്നതെന്ന് പറയണം. ഞാൻ ഏതൊക്കെ വിഷയത്തിലാണ് പ്രതിസന്ധി അനുഭവിക്കുന്നത് പറയണം. സഭയുടെ മുമ്പിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? അത് പാപത്തോട് പോരാടുന്നതിൽ പരാജയം അനുഭവിക്കുന്നതാണ് സഭയ്ക്ക് ഇന്ന് വന്ന ഏറ്റവും വലിയ പരാജയം. അതിന് അഭിഷേകം വേണം, പരിശുദ്ധാത്മ ശക്തി വേണം. ആ ശക്തിയാൽ മാത്രമാണ് പാപത്തിന്റെ ശക്തികളെ ജയിക്കുവാൻ സാധിക്കത്തുള്ളൂ. കാര്യങ്ങൾ ഒരു ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇപ്പൊ ഇന്ന് പകൽ നേരം മനസ്സിലാക്കണം, ദൈവശക്തിയാൽ മാത്രമേ പാപത്തിന്റെ ശക്തികളെ ജയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. അവിടെ വായിക്കും, ദൈവസന്നിധിയിൽ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ദൈവ സന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി എല്ലാ ഉയർച്ചയും. അപ്പൊ ഞാൻ പറയട്ടെ, ഈ വിരോധമായി പോകുന്ന ഉയർച്ച എന്താണ്? നമ്മൾ വായിച്ച മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ അകത്ത് എടുക്കണ്ട ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നതാണ്. നമ്മൾ വായിച്ചത് എന്താണ്? ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുവിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരാകുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇത് പരിജ്ഞാനമാണ്. ഈ തിരിച്ചറിവ് പരിജ്ഞാനമാണ്. അതുകൊണ്ട് നാശത്തിലേക്ക് പോകുന്നവരുടെ എണ്ണസംഖ്യ കൂടുതലാണ്. അവർ വിശാലമായ വഴി സ്വീകരിച്ച് ആ വഴിയിലൂടെ കടന്നു പോകുകയാണ്. ഇതാണ് പരിജ്ഞാനം. അടുത്തത് ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അപ്പോൾ മനസ്സിലാക്കണം, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. നിത്യജീവനിലേക്ക് പോകുന്നത്, നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി കടന്നു പോകുന്ന മാർഗം കഷ്ടം നിറഞ്ഞതാണ്. ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ജീവിതത്തിൽ ശുദ്ധീകരണവും ക്രമീകരണവും വരുമ്പോൾ ജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങൾ കടന്നു വരും. ഇത് പരിജ്ഞാനമാണ്. ആ പരിജ്ഞാനത്തിന് എതിരായിട്ട് ഈ ക്രിസ്തീയ ജീവിതം വിശാലമാണ്, ലോകസുഖങ്ങൾ നിറഞ്ഞതാണ്, പാപത്തെ ഉൾക്കൊള്ളുന്നതാണെന്ന് പ്രസംഗിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ ആ ആത്മാവിനെയും പ്രസംഗത്തെയും ഇടിച്ചു കളയുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ അഭിഷേകത്തിന് മാത്രമേ ആ നിലവാരത്തിലുള്ള സ്വത്രം ഹാളലിയ ചിന്താഗതികളെ ഇടിച്ചു കളയുവാൻ സാധിക്കത്തുള്ളൂ. കാര്യങ്ങൾ ദൈവത്തെ മാത്രം മതിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ആ ഭാഗം നമ്മൾ ഒന്നും കൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 10-ാം അധ്യായം നമ്മൾ വായിച്ച സ്തോത്രം 4-ാം വാക്യം വായിച്ചേ. അതിന്റെ 5-ാം വാക്യം, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെ. ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമായി, ഇന്ന് അനേക വിശ്വാസികൾ പരാജയപ്പെടുന്നത് അവന്റെ മനസ്സിലേക്ക് വരുന്ന, അവന്റെ വ്യക്തമായി പറയാം, അവന്റെ മനസ്സിലേക്ക് വരുന്ന വിചാരങ്ങൾക്കെല്ലാം ഒത്ത് ചാടാൻ തുടങ്ങുന്നു. അവന്റെ മനസ്സിലേക്ക് വരുന്ന എല്ലാ വികാരങ്ങൾക്കനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങൾ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്. ഹൃദയത്തിലേക്ക് വരുന്ന എല്ലാ മോഹങ്ങളും നടത്തുക, എല്ലാ ചിന്തകളും നടത്തുക, എല്ലാ വികാരങ്ങളും നടത്തുക. പരിജ്ഞാനം നഷ്ടപ്പെട്ടു പോകുക. എന്നിട്ട് മനോവികാരങ്ങൾക്കനുസരിച്ച് നടന്ന് പാപം പ്രവർത്തിച്ച് കഠിനപ്പെട്ട് നാശത്തിലേക്ക് പോകുന്ന കൊരിന്ത്യ ജനത്തിന് സമരായിട്ട് ഇന്ന് അനേക പെന്തക്കോസ്തുകാരുണ്ട്. എന്നാൽ ഇന്ന് മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈ എല്ലാ വികാരങ്ങളെയും എല്ലാ ചിന്തകളെയും ഇടിച്ചു കളയുക നമ്മൾ അഭിഷേകത്തിന്റെ ശക്തിയോടെ നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ മുമ്പിൽ സ്വർഗം വഴികളെ തുറക്കുകയുള്ളൂ. ആമേൻ. ഈ തുറക്കപ്പെടുന്ന വഴി വിശുദ്ധിക്ക് വേണ്ടിയാണ്. ഈ തുറക്കപ്പെടുന്ന വഴി ദൈവ പ്രവൃത്തിക്ക് വേണ്ടിയാണെന്ന് മറന്നു പോകരുത്. ആമേൻ. അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. സ്തോത്രം. ഏത് വിചാരത്തെയും കൃഷ്ണനുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തിരിഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. അവിടെ പറയുന്ന കാര്യം, ഈ അഭിഷേകം നമ്മളിൽ വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അവിടെ എന്താ ചെയ്യുന്നത്? എല്ലാ ഉയർത്തി ഇടിച്ചറിഞ്ഞ് ഏത് വിചാരത്തെ ക്രിസ്തുവിനുള്ള അനുസരണത്തിനായി പിടിച്ചടക്കും. ഫസ്റ്റ് സ്റ്റെപ്പ്, മനസ്സിനെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിനായി മനസ്സിന്റെ വികാരങ്ങളെ പിടിച്ചടക്കണം. ഇത് പരിശുദ്ധാത്മാവിന്റെ നിറവിലേ സാധിക്കത്തുള്ളൂ. അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കണം,
അടുത്തത് പിടിച്ചടക്കി. അടുത്തത് നിങ്ങളുടെ അനുസരണം. അപ്പൊ മനസ്സിലായി, ഈ അനുസരണം ഒറ്റ നിമിഷം കൊണ്ട് കിട്ടുന്നല്ല. ഇത് അനുദിന ജീവിതത്തിൽ ഓരോ ദിവസവും എൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന മോഹങ്ങൾ ഏതാന്ന് ഗ്രഹിച്ച് തിരിച്ചറിഞ്ഞ് അതിനോട് പോരാടി ആ വിചാരങ്ങളിൽ നിന്ന് എൻ്റെ മനസ്സിനെ ആത്മശക്തിയാൽ ദൈവകൃപയ്ക്കായിട്ട് അടക്കി ജീവിക്കുന്ന ഒരു ശൈലിയുള്ള ഒരു വ്യക്തിക്ക്, അങ്ങനെ ഒരു ശൈലിയുള്ള വ്യക്തിക്ക് ജയിക്കാൻ കഴിയത്തുള്ളൂ. ഈ വാക്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ, ഒറ്റ നിമിഷത്തിൽ നടക്കില്ല. പെട്ടെന്ന് എടുത്തിയാടി കോപമുള്ള വ്യക്തി ഒരു ദിവസം കൊണ്ട് നന്നാവില്ല. അടുത്ത ദിവസങ്ങളിൽ ഒരു ദിവസം ഒരു തീരുമാനം എടുത്തുന്നിരിക്കും, ഞാൻ ഇനി മുതൽ ഞാൻ കോപിക്കില്ല, ഇനി ഞാൻ വലിച്ചെറിയില്ല, ഇനി ഞാൻ ബഹളം ഉണ്ടാക്കില്ല, ഇനി ഞാൻ തെറി പറയില്ല എന്നൊക്കെ പറയും. അതൊരു നിമിഷം കൊണ്ടൊന്നും നേരെയാകുന്ന കേസല്ല. മനുഷ്യരുടെ മുമ്പിൽ പറയാം ഞാൻ നന്നായി എന്ന് പറയാം. പക്ഷേ നീ നന്നായോ ഇല്ലയോ എന്ന് സ്വർഗം നോക്കുന്ന ഒരു നിമിഷം കൊണ്ടല്ല. ഈ വാക്യം ശ്രദ്ധിച്ചോ, നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ. അപ്പോൾ തികഞ്ഞു വരിക എന്ന് പറഞ്ഞ് ഒരു നിമിഷം കൊണ്ട് നടക്കുന്നതല്ല. ഒരു പാപ വിഷയം നിന്റെ ജീവിതത്തിൽ തുടർമാനമായിട്ട് ശത്രു കൊണ്ടുവരുമ്പോൾ ആ നിമിഷങ്ങളിലും നേരങ്ങളിലും ദിവസങ്ങളിലും എല്ലാം അതിനെ വ്യക്തമായി കണ്ട് അതിനെ ജയിച്ച് മുന്നേറുന്ന ഒരുവനും മാത്രമാണ് പാപത്തെ ജയിക്കാൻ കഴിയത്തുള്ളൂ. അത് ഒരു നിമിഷം കൊണ്ട് നടക്കുന്നല്ല. ചിലപ്പോൾ എപ്പോഴും കോപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ കോപം വെളിപ്പെടുത്താൻ അനുകൂലമായ സാഹചര്യം. ഒരിക്കലും അവൻ പറഞ്ഞു, ഞാനിനി കോപിക്കുന്നില്ല കർത്താവേ, ഞാൻ മാനസാന്തരപ്പെടുകയാണ്, ഇനി അങ്ങനെ വന്നാൽ കർത്താവിന്റെ കൃപ കൊണ്ടൊന്ന് മൂടണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് കൊടുക്കുന്നു. അടുത്ത ദിവസങ്ങളിലോ അതിന്റെ അടുത്ത ദിവസങ്ങളോ അടുത്ത നാളുകളിലോ അവന്റെ ആ പാപ സ്വഭാവം, കോപ സ്വഭാവം വെളിപ്പെടാനുള്ള സാഹചര്യം വരുമ്പോൾ പരിശുദ്ധാത്മാവുള്ള വ്യക്തിയാണെങ്കിൽ, ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവുള്ള വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയത്തോട് പറയും, മകനെ നീ കോപിക്കാൻ തുടങ്ങുന്നു, ദൈവകൃപയിൽ ശരണപ്പെട്, നീ ദൈവകൃപയിലേക്ക് മടങ്ങുക, നിന്റെ മനസ്സ് കോപത്തിന് വിട്ടുകൊടുക്കരുതെന്ന് പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കും. ഈ പ്രബോധന ശബ്ദം കേൾക്കുന്ന ഒരു ദൈവ പൈതൽ ആ കോപം അവിടെ ഉപേക്ഷിച്ച് ദൈവാത്മാവിന് കീഴ്പ്പെടും. അങ്ങനെ കീഴ്പ്പെടുന്നവരാണ് ലോകത്തെ ജയിച്ചവർ. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ലോകത്തെ ജയിക്കാത്ത ഒത്തിരി പേരുണ്ട്. ഒരു ദിവസം 10 പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നന്നായോ നന്നായില്ല സ്വർഗം നോക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ അതേ സാത്താന്യ പോരാട്ടം നിന്റെ ജീവിതത്തിൽ വരും, അതേ വെല്ലുവിളികൾ നിന്റെ ജീവിതത്തിൽ വരും. ഹല്ലേലൂയ. ആ സ്വഭാവം വീണ്ടും നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നീ അതിനെ ജയിക്കണം. ചിലർക്ക് മറ്റെന്തെങ്കിലും ബലഹീന സ്വഭാവങ്ങളായിരിക്കും. ഹല്ലേലൂയ. പലരും പല വിധത്തിലല്ലേ. ചിലർക്ക് ലൈംഗികമായിട്ടുള്ള ബലഹീന സ്വഭാവങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ അവരാ ലൈംഗികമായിട്ടുള്ള ചിന്തകളിൽ മുഴുകുകയും അതിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് അവന്റെ ജീവിതം പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു ദൈവ പൈതലാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. മകനെ, അതിലേക്ക് നീ തിരിയരുത്, നിന്റെ മനസ്സിനെ സൂക്ഷിക്കണം, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിടരുത് എന്ന് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് അനുസരണയോടെ കീഴ്പ്പെടുന്നവൻ മാത്രമാ പാപത്തെ ജയിക്കുന്നുള്ളൂ. ആ വികാരങ്ങളെ അതുപോലെ തലോടി അതിലേക്ക് അവന്റെ മനസ്സിനെ ഊളിയിട്ട് ഇറങ്ങുന്നെങ്കിൽ മനസ്സിലാക്കണം, പരാജയപ്പെട്ടു. ഇത് തിരിച്ചറിയിക്കാനാണ് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എത്രയോ പേരുടെ ജീവിതത്തിൽ ഈ പാപ സ്വഭാവം നിലനിന്ന് ജയിക്കുവാൻ കഴിയാതെ ഇരിക്കുന്നുണ്ട്. പരിജ്ഞാനം നിന്നെ ബാധിക്കാതെ ഇരിക്കുന്നുണ്ട്. ഇന്ന് പകൽ നേരം എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഈ വചനം കേൾക്കുന്നെങ്കിൽ ദൈവകൃപയിലേക്ക് മടങ്ങി വരണം. ആമേൻ. ദൈവത്തിന്റെ വചനം എന്താണ് ഇവിടെ പറയുന്നത്? ആ വചനം നമുക്ക് ഒന്നും കൂടെ ശ്രദ്ധിക്കാം. അവിടെ എന്തൊക്കെ കാര്യം പറഞ്ഞിരിക്കുന്നത്? അനുസരണം തികഞ്ഞു വരുമ്പോൾ. അപ്പോൾ മനസ്സിലാക്കണം, ഒന്നാമത് നമ്മെ ദൈവം നോക്കും, നീ അതിൽ ഉറച്ചോ, നീ ആ പറയപ്പെട്ട പാപത്തെ നീ ജയിച്ചോ. കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് നീ ജയിച്ചിട്ടുണ്ട്. നീ പല സമയത്തും പരീക്ഷകൾ വന്നപ്പോൾ നീ അതിനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ ജയിച്ചു വരുന്നവരോട് പൗലോസ് പറയും, അടുത്ത വാക്യം, തികഞ്ഞു വരുമ്പോൾ അടുത്തത്, എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ
ഒരുങ്ങിയിരിക്കുന്നു. അപ്പോൾ സ്വന്തം ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിക്കുമ്പോൾ പാപം ചെയ്യാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ വാക്കെ തീർന്നു. ചിലരൊക്കെ പറയുന്നു ആത്മാവിനനുസരിച്ച് നടന്നാൽ മതി, ആത്മാവിനനുസരിച്ച് നടന്നാൽ മതി, ഒറ്റ വാക്കെ തീർന്നു. എങ്ങനെയാണ് ഈ ആത്മാവിനനുസരിച്ച് നടക്കുന്നത് അറിയാവോ? ഇതുപോലെ പരീക്ഷകൾ വരുമ്പോൾ ഓരോ ദിവസങ്ങളിലും ഇതേ പാപത്തെ ജയിക്കണം. അങ്ങനെ പാപത്തെ ജയിച്ചവർക്കാണ് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണ്? സ്തോത്രം. അനുസരണം തികഞ്ഞു വരുമ്പോൾ അടുത്തത് എല്ലാ അനുസരണക്കേടിനും. അപ്പോൾ മനസ്സിലാക്കണം, അടുത്തത് നീ ഈ പാപ സ്വഭാവത്തിന് എതിരെ പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ, ഈ പാപ സ്വഭാവത്തിനെതിരെ നീ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ, ഈ പാപ സ്വഭാവത്തിനെതിരെ നിന്റെ നാവ് എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ നീ പാപത്തെ ജയിക്കാതെ ഒരിക്കലും സാധിക്കത്തില്ല. കരങ്ങൾ ദൈവമാത്രപ്രതിയാണ്. ഹല്ലേലൂയ. പാപത്തെ ജയിച്ച ഒരുവന് മാത്രമേ പാപത്തിനെതിരെ പ്രസംഗിക്കാൻ കഴിയത്തുള്ളൂ. അനാത്മികമായ വഴികൾക്ക് എതിരെ സംസാരിക്കണമെങ്കിൽ നീ ആത്മീകനായി ആത്മാവിനനുസരിച്ച് നടക്കാത്ത ഒരുവന് സ്വന്തം ഒരിക്കലും അതിനെതിരെ സംസാരിക്കാൻ കഴിയത്തില്ല. ആത്മാവിനനുസരിച്ച് നടക്കുന്നവന് മാത്രമേ അനാത്മീകമായ വഴികൾക്കെതിരെ നിൽക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ സഭ പാപ വിഷയത്തിൽ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ, വിശുദ്ധിയുടെ വിഷയത്തിൽ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ, കൃപയുടെ വിഷയത്തിൽ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുന്ന വിധങ്ങൾക്ക് തോറ്റുപോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, പരാജയപ്പെടും. രണ്ട് വഴികളില്ല സ്വർഗത്തിലേക്ക്, ഒറ്റ വഴിയേ ഉള്ളൂ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ വചനം ശ്രദ്ധിക്കണം. സ്തോത്രം. അവിടെ വായിക്കുന്നത് നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ അടുത്തത് എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ അനുസരണക്കേടിന് എതിരെ നിൽക്കുവാൻ കഴിയാതെ വരുന്നത്? പലപ്പോഴും ഒരിക്കൽ ചിന്തിച്ച ഒരു കാര്യമാണ്, ഈ ഇലയ്ക്കും മുള്ളിനും പിശാചിനും കേടില്ലാത്ത പ്രസംഗങ്ങൾ ഒത്തിരി കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാ സംഭവിക്കുന്നത്? മനുഷ്യനെ തിരുത്തുവാൻ, പാപത്തിൽ നിന്ന് ഒഴിയണം. എങ്ങനെ ഒഴിയണം? പാപത്തിൽ നിന്ന് എങ്ങനെ ഒഴിയണം പറയുന്നുണ്ടോ? ഒരുവന്റെ ഹൃദയം എപ്പോഴും ദുർനടപ്പിലിരിക്കുന്ന ഒരുവനാണെങ്കിൽ വേണ്ട, ഒരുവന്റെ ഹൃദയം എപ്പോഴും മോഷണത്തിന് വേണ്ടിയിരിക്കുന്ന ഒരുവന്റെ ഹൃദയം ഉണ്ടെങ്കിൽ അവൻ എന്ത് കിട്ടിയാലും മോട്ടിക്കും, എന്ത് കണ്ടാലും മോട്ടിക്കും, എങ്ങനെയൊക്കെ അവന്റെ കയ്യിൽ വരുത്താൻ പറ്റുമോ. ഈ ചിന്തയുള്ള ഒരുവനെ സംബന്ധിച്ച് അവൻ യഥാർത്ഥ കള്ളനാണ്. യൂദ എങ്ങനെയായിരുന്നു? സ്വന്തം ഈ കേൾക്കുന്ന വചനമൊന്നും അവന്റെ ജീവിതത്തിൽ ഗുണപ്പെട്ടില്ല. യൂദായെ വിട്ടേക്കാം, ഞാൻ പാപ വിഷയത്തെ കുറിച്ച് പറയാം. ഒരുവന്റെ ഹൃദയത്തിൽ എപ്പോഴും മോഷ്ടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട ആ പാപ സ്വഭാവത്തെ ഉപേക്ഷിക്കണം. അവൻ ഉപേക്ഷിച്ച് മുമ്പോട്ട് ജീവിച്ചു വരുമ്പോൾ വീണ്ടും അവന്റെ ജീവിതത്തിൽ ആ പാപ സ്വഭാവം എഴുന്നേൽക്കാനുള്ള സാഹചര്യങ്ങൾ വരും. പരീക്ഷ ഉണ്ടാവും കേട്ടോ. പരീക്ഷയില്ലെന്നല്ല, പരീക്ഷയുണ്ട്. അതാണ് ഇടുക്കുവാതില്. ഈ പരീക്ഷ ഉണ്ടോ നോക്കും. ഇടുക്കുവാതിൽ കൂടെ കൊണ്ടുപോകുമ്പോഴാണ് നമ്മളുടെയൊക്കെ ശരിയായ രൂപം നമ്മൾ കാണിക്കുന്നത്. യഥാർത്ഥ രൂപം കാണാൻ ഇടുക്കുവാതിലൂടെ കയറണം. അപ്പൊ തനി സ്വഭാവം കാണാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഇടുക്കുവാതിലൂടെ കടക്കാത്തത് കൊണ്ടാണ് തനിയെ ഇരിക്കുന്നത്. എന്നാ അത് വിത്ത് ചത്തുവെങ്കിലോ അനേക ഫലം കായ്ക്കും. ഇത് ചാകുന്നില്ലെന്ന് മനസ്സിലാക്കണം. സ്വന്തം അങ്ങനെ ഒരുവൻ മോഷണത്തിന് വേണ്ടി ഇരിക്കുന്ന ഒരുവൻ ഉണ്ടെങ്കിൽ, എന്ത് കണ്ടാലും എന്ത് കേട്ടാലും മോട്ടിക്കാൻ വേണ്ടി മനസ്സുള്ള ഒരുവൻ മാനസാന്തരപ്പെട്ടു എന്നിരിക്കട്ടെ. അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടെങ്കിലും അടുത്ത സാഹചര്യങ്ങൾ വരുമ്പോഴും ഇവന്റെ ജഡം എഴുന്നേറ്റ് സംസാരിക്കും. ഇവന്റെ ജഡം ഇവന് കൊടുക്കും. നീ മോട്ടിക്ക്, ആരും കണ്ടില്ല, അത് നിന്റെ കയ്യിൽ വരട്ടെ, നിന്റെ ഭവനം നിറയട്ടെ എന്നൊക്കെ ഇവന്റെ ഉള്ളിൽ പിശാച് ഇവനോട് പറയുമ്പോൾ നമ്മൾ വായിച്ച വാക്യപ്രകാരം എന്താ പറയുന്നത്? ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കണം. എങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ. അടുത്തത് സ്തോത്രം. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾ, പിശാച് അകത്ത് സങ്കല്പം കൊണ്ടുവരും. ഇവന്റെ മനസ്സിൽ മോഹം കൊണ്ടുവരും പിശാച്. നീ അത് മോഷ്ടിച്ചോ കുഴപ്പമില്ല, ആരും കാണുന്നില്ല, നീ അന്ന് മാനസാന്തരപ്പെട്ടതല്ലേ, ഇനി നീ തെറ്റിപ്പോയാൽ കർത്താവ് കരുണയുള്ളവനാ, നിന്നെ പുനഃസ്ഥാപിച്ചോളൂ. ഇങ്ങനെയുള്ള മധുരവാക്കുകൾ പിശാച് പറയുമ്പോൾ അഭിഷേകം നിറഞ്ഞവൻ ആത്മശക്തിയാൽ അതിനെ ശാസിക്കണം. വിട്ടുപോ പിശാചേ, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ കുറവുള്ളതായിട്ട് എണ്ണരുത്. ദൈവസന്നിധിയിൽ നീതീകരിച്ചതിനെ പിശാചെ നീ വെല്ലുവിളിക്കരുതെന്ന് പറഞ്ഞ് ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ അതിനെ ആട്ടിക്കളയുവാൻ പരിശുദ്ധാത്മാഭിഷേകമില്ലെങ്കിൽ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ അഭിഷേകമില്ലാതെ ഒരിക്കലും അത് സാധിക്കത്തില്ല. അപ്പോൾ അടുത്ത വാക്യം ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ വായിച്ചു, സ്തോത്രം, നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ
ഒരുങ്ങിയിരിക്കുന്നു. കാരണം എന്നാ, വിചാരങ്ങളെ പിടിച്ചടക്കിയ ഒരു ചരിത്രം അവനുണ്ട്. സോ അവന്റെ മനസ്സിലേക്ക് വരുന്ന മോഹങ്ങളെ പിടിച്ചടക്കിയ ഒരു കൃപ അവനിൽ വ്യാപരിക്കുന്നു. അവൻ ആത്മാവിനനുസരിച്ച് നടന്നുകൊണ്ട് അവന്റെ ഹൃദയത്തിലേക്ക് വരുന്ന വികാരങ്ങളെ പിടിച്ചടക്കിയ ഒരു സ്വന്തം ജയജീവിതം അവന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് അവൻ അടുത്ത സ്റ്റെപ്പിൽ കാല് വെക്കുമ്പോൾ കർത്താവ് അവന്റെ നാവിന്മേൽ നൽകുന്നത് ഈ ജയകരമായ വചനമായിരിക്കും. ഈ പാപത്തിന്റെ പ്രവർത്തികളെ അഴിച്ചു കളയുന്ന വചനമായിരിക്കും. ശത്രുവിന്റെ പ്രവർത്തികളെ തകർത്ത് കളയുന്ന, അതിനെ ഇടിച്ചു കളയുന്ന, അവന്റെ കോട്ടകളെ തകർത്തെറിയുന്ന വചനമായിരിക്കും ദൈവം നൽകുന്നത്. ആമേൻ. അത് നൽകണമെന്നുണ്ടെങ്കിൽ സ്തോത്രം, അവിടെ വായിച്ച വാക്യം പോലെ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, അനുസരണം തികഞ്ഞു വരണം. അനുസരണം തികഞ്ഞു വരണം. ചിലർ ഭക്ഷണ കാര്യങ്ങളിൽ ബലഹീനരാണ്. ചിലർ മറ്റു മനോവൈകല്യങ്ങൾക്ക് ബലഹീനമായി വീഴപ്പെടുന്നവരുണ്ട്. പണത്തിന് വീഴപ്പെടുന്നവരുണ്ട്, സൗന്ദര്യത്തിന് വീഴപ്പെടുന്നവരുണ്ട്, വിദ്യാഭ്യാസത്തിന് വീഴപ്പെടുന്നവരുണ്ട്. ആ വിഷയ നിമിത്തം മോഹങ്ങൾ ജനിച്ച് അവന്റെ മനസ്സ് വഷളാക്കി പോകുന്ന ഒത്തിരി പേരുണ്ട്. മനസ്സിലാക്കണമേ, കർത്ത ക്രിസ്തുവിനാൽ അല്ലാതെ മറ്റൊരു പ്രശംസയും നമ്മളെ ഭരിക്കരുത്. ക്രിസ്തുവിൽ മാത്രമേ നമ്മുടെ പ്രശംസ നിലനിൽക്കാവുള്ളൂ. മറ്റു പലതിലേക്ക് തിരിയുന്നതൊന്നും നിലനിൽക്കില്ലെന്ന് ഇന്ന് പകനേരം അടിവരയിട്ട് പറയുകയാണ്. കരങ്ങൾ ഒരു ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ആ വചനം നമുക്കൊന്നും കൂടെ നോക്കാം. ആമേൻ. ആ വാക്യം ഒന്നുകൂടെ വായിച്ച്. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേട്ടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങൾ പുറമേ ഉള്ളത് നോക്കുന്നു. താൻ ക്രിസ്തുവിനുള്ളവൻ എന്ന് ഒരുത്തൻ നിശ്ചയിക്കുന്നു എങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവൻ എന്ന പോലെ ഞങ്ങളും ക്രിസ്തുവിനുള്ളവൻ എന്ന് അവൻ പിന്നെയും നിരൂപിക്കട്ടെ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ പൗലോസ് പറയുന്ന ഒരു കൊരിന്ത്യരിലൊരു പ്രശ്നമാണ്. ഒരുവൻ സ്തോത്രം ദൈവകൃപയോടെ ഇരുന്നാലോ ദൈവകൃപയിലോ ഇരുന്നു കഴിഞ്ഞാലും മറ്റുള്ളവരും അതേ കൃപയിലാണ് ഇരിക്കുന്നതെന്ന് തിരിച്ചറിയണം. അപ്പോൾ മനസ്സിലാക്കുക, സഭ എന്ന് പറയുന്നത് പാപത്തെ ജയിച്ചവരുടെ കൂട്ടമാണ്. ഈ വക എല്ലാ ബലഹീനതകളെയും ജയിച്ചവരുടെ കൂട്ടമാണ്. അപ്പൊ ഒരുവൻ അതേ കൃപ പ്രാപിച്ച മറ്റൊരുവനെ നോക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? അവനും എന്നെ പോലെ തന്നെ ഈ വഴിയിലൂടെ പാപങ്ങളെ ജയിച്ച് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ആ ഇരിക്കുന്നതും എന്ന് കാണുവാനുള്ള പരിജ്ഞാനമാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവവൈദ്യന് വേണ്ടത്. സ്തോത്രം. അവിടെ ഏകപക്ഷീയമായിട്ടല്ല, ദൈവത്തിന്റെ ആത്മാവിനെ നടത്തപ്പെടുന്ന മറ്റൊരു അഭിഷിക്തനാകട്ടെ, മറ്റൊരു ക്രിസ്തുവിന്റെ ശിഷ്യനാകട്ടെ, ദൈവദാസനാകട്ടെ, ആ വ്യക്തിയും ആത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ സ്തോത്രം, ഞാൻ എങ്ങനെയാണോ ഈ കൃപയിലേക്ക് വന്നത്, ഈ കൃപയിൽ നിലനിൽക്കുന്നത്, എങ്ങനെയാണോ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി സ്തോത്രം നിൽക്കുന്ന എല്ലാ സങ്കല്പങ്ങളെ ഇടിച്ചത്, അങ്ങനെ ആ അഭിഷിക്തനും അതിനെ ഇടിച്ചിട്ടുണ്ട്. അവനും അങ്ങനെ ജയിച്ചു വന്നിട്ടുണ്ട്. ആ ആത്മാവിന്റെ ഐക്യതയാണ് സഭയ്ക്കകത്ത് നിലനിൽക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അഭിഷേകം പ്രാപിച്ചവർ തമ്മിൽ ആ മാന്യതയ്ക്കും അംഗീകാരത്തിനും ഇടയാകണം. അങ്ങനെ കണക്കാക്കപ്പെടുന്നെങ്കിൽ മാത്രമേ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകത്തുള്ളൂ. ആമേൻ. എന്നാൽ അക്ഷയമായ ദൈവരാജ്യം ഭൂമിയിലേക്ക് വരുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ഭൂമിയിൽ സകല അകൃത്യങ്ങൾ നീക്കിക്കളയുന്നു. എന്നാൽ അതുവരെയും നമ്മൾ ഈ സ്തോത്രം മൺമയമായ ശരീരത്തിൽ പാപ സ്വഭാവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, സാധ്യതയുള്ള ഈ ശരീരത്തിലാണ് നാം ജയിച്ച് മുന്നേറുന്നത്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കൊരിന്ത്യരില് നമ്മൾ വായിച്ച ഇത്രയും ഭാഗങ്ങൾ വായിക്കുമ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട് അതിൻ്റെ അകത്ത്. സോ നമ്മൾ വായിച്ചു, താൻ ക്രിസ്തുവിനുള്ളവൻ എന്ന് ഒരുവൻ ഉറച്ചിരിക്കുന്നു എങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവൻ എന്ന പോലെ ഞങ്ങളും ക്രിസ്തുവിനുള്ളവർ എന്ന് അവൻ പിന്നെയും കണ്ടോ. അപ്പൊ ഒരുവൻ കർത്താവിനുള്ളവനാണോ? അവൻ വളരെ സാക്ഷ്യം പറയുന്നു, വളരെ കർത്താവിനായിട്ട് എരിയുന്നു, വളരെ ദൈവത്തിനായിട്ട് പ്രവർത്തിക്കുന്നു, ദൈവത്തിന് വേണ്ടി വളരെ ഫലം കായ്ക്കുന്നു. ഓക്കെ, ഒരു കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ള അതേ ദൈവകൃപ പ്രാപിച്ചവർ അവിടെ ഉണ്ട്, അവരും അതുപോലെ വരുന്നു എന്ന് നിരൂപിക്കട്ടെ. അവിടെ എന്താ സംഭവം അറിയാമോ? അവിടെ സ്വാർത്ഥതയ്ക്കും അസൂയയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് ശുശ്രൂഷകളുടെ ഇടയിലുള്ള ഒരു വലിയ പ്രശ്നമാണ് അസൂയ. ഹല്ലേലൂയ, അസൂയ. ഒരുവന്റെ ഉയർച്ച കണ്ട് മറ്റൊരുവന് സഹിക്കുന്നില്ല. ഒരുവൻ ആത്മീയമായിട്ട് വല്ലതും പ്രാപിച്ച മറ്റൊരുവന് സഹിക്കുന്നില്ല. അസൂയയോടുകൂടെ ഇടപെടുക, സ്വാർത്ഥതയോടുകൂടെ ഇടപെടുക ദൈവസഭയ്ക്ക് സ്ഥാനമില്ലാത്ത കാര്യമാണ്. മനസ്സിലാകുന്നുണ്ട്? അവിടെ പറയുന്ന വാക്യം ശ്രദ്ധിക്കണം. അവിടെ പറയുന്നത് എന്താണ്? താൻ ക്രിസ്തുവിനുള്ളവൻ എന്ന് ഒരുവൻ ഉറച്ചിരിക്കുന്നു എങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവൻ എന്ന പോലെ ഞങ്ങളും ആമേൻ ക്രിസ്തുവിന്
ഉള്ളവർ എന്ന് അവൻ പിന്നെയും നിരൂപിക്കട്ടെ. ഇന്ന് സഭകളുടെ അകത്ത് ഈ പല ക്ലാഷ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ ആത്മാവ് നടത്തപ്പെടുന്നവനെ അംഗീകരിക്കാത്തതിന് കാരണം എന്താണ്? ഈ ചിന്തയാണ് മാറേണ്ടത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പൗലോസ് മൂളി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിന്റെ സങ്കല്പങ്ങൾ ഇടിച്ചു കളയുമെന്നൊക്കെ വേണം ദൈവകൃപ പ്രാപിച്ചിരിക്കണം. പലപ്പോഴും എന്നാ സംഭവിക്കുന്നത്? ഈ സങ്കല്പങ്ങളെ ജയിക്കുന്നില്ല, ഈ നിരൂപണങ്ങളെ ജയിക്കുന്നില്ല, ഈ ചിന്തകളെ ജയിക്കുന്നില്ല. അങ്ങനെ സഭയ്ക്കകത്ത് പല വിധത്തിലായിട്ടുള്ള തട്ടുകളും വേലിക്കെട്ടുകളും വരുന്നതാണ്. സഭയ്ക്കകത്ത് പല പ്രതിസന്ധി വരുന്നത്. എന്തുകൊണ്ടാണ്? ഇടിച്ചു കളഞ്ഞില്ല. സഭകളുടെ ഇടയിലുള്ള അനാവശ്യമായ മതിൽക്കെട്ടുകളുണ്ട്. ഏതർത്ഥത്തിൽ? രക്ഷിക്കപ്പെട്ട സഭകളുടെ കാര്യം പറയുന്നത്. വിശ്വാസം ദൈവകൃപയിൽ ഇരിക്കുന്ന സഭകളുടെ കാര്യമല്ല, വേർപെട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ചാണ് പറയുന്നത്. ഇതിന്റെ ഇടയിൽ ഏറ്റക്കുറച്ചിലുകളും വേലിക്കെട്ടുകളും വെക്കുന്നതിന് കാര്യം അവരുടെ ജീവിതങ്ങളിൽ ഈ വേലികളെ, ഈ കെട്ടുകളെ, ഈ പണികളെ ഇടിച്ചു കളഞ്ഞിട്ടില്ല. അത് പൗലോസ് പറയും, ഇടിച്ചു കളയണം. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി വരുന്ന എല്ലാ സങ്കല്പങ്ങളെല്ലാം ഇടിച്ചു കളയണം. അത് സങ്കല്പം തന്നെയാണ്. കാര്യം ദൈവസഭ എന്ന് പറയുന്നത് കെട്ടിടമല്ലല്ലോ. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമല്ലേ സഭ എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളുമാണ് ദൈവസഭ എന്ന് പറയുന്നത്. ആ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അവർ രൂപാന്തരം പ്രാപിച്ച് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടും. സ്വർഗത്തിലാണ് ദൈവസഭ യഥാർത്ഥത്തിലുള്ളത്. അവിടെ ചെന്ന് ചേരേണ്ടവർ ഭൂമിയിൽ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ സ്വന്തം ഭൂമിയിൽ ഒരുക്കപ്പെടുന്നതിന് പല പ്രസ്ഥാനത്തിന്റെ അകത്തിരിക്കുന്നു. പ്രസ്ഥാനങ്ങൾ ഒരിക്കലും ദൈവികമല്ല. അകത്തിരിക്കുന്ന ദൈവജനമാണ് ദൈവത്തിൻ്റെത്. അവരിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെത്. അവർ ദൈവത്തിന്റെ ആത്മാവ് നടത്തപ്പെടുന്നെങ്കിൽ മാത്രമേ ദൈവ മക്കളായി തീരുകയുള്ളൂ. അപ്പോൾ വില കൊടുക്കാതെ ഒരിക്കലും കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കാൻ കഴിയത്തില്ല. വില കൊടുക്കണം. ഈ വചന കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം നമ്മൾ 10-ാം അധ്യായത്തില് നമ്മൾ വായിച്ച വാക്യം ഒന്നും കൂടെ വായിച്ചു താഴ്ത്തു. ഓക്കെ, എല്ലാവർക്കും വായിക്കാം. വായിച്ചോ. 10-ാം അധ്യായം 2 കൊരിന്ത്യർ 10-ാം അധ്യായം സ്തോത്രം അതിന്റെ 8-ാം വാക്യം മുതൽ. നിങ്ങളെ ഇടിച്ചു കളയാനല്ല, പണിയുവാൻ അത്രേ കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരത്തെ കുറിച്ച് ഒന്ന് അധികം സംശയിക്കാനും ഞാൻ ലജ്ജിച്ചു പോവുകയില്ല. ഞാൻ ലേഖനങ്ങളെ കൊണ്ട് നിങ്ങളെ പേടിപ്പിക്കുന്നു എന്ന് തോന്നരുത്. അവന്റെ ലേഖനങ്ങൾ ധനവും ഊറ്റവും ഉള്ളത് തന്നെ, ശരീരസന്ധിയോ ബലഹീനവും വാക്ക് നിന്ദ്യവും അത്രേ എന്ന് ചിലർ പറയുന്നുവല്ലോ. അകലെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ലേഖനങ്ങളാൽ വാക്കിൽ എങ്ങനെയുള്ളവനോ, അരികത്തിരിക്കുമ്പോൾ പ്രവൃത്തിയിലും അങ്ങനെ ഉള്ളവൻ തന്നെ എന്നും അങ്ങനത്തെ അവൻ നിരൂപിക്കട്ടെ. അടുത്ത വാക്യം. തങ്ങളെ തന്നെ ശ്ലാഘിക്കുന്ന ചിലരോട് ഞങ്ങളെ തന്നെ ചേർത്തൊരുമിപ്പാനോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുത്ത കാറ്റഗറി. ഇവിടെ കൊരിന്ത്യരുടെ മറ്റൊരു പ്രശ്നം, മറ്റൊരുവനെ അംഗീകരിക്കുന്നില്ല. ഇതാണ് കൊരിന്ത്യരുടെ മറ്റൊരു പ്രശ്നം. ആദ്യം പറഞ്ഞു, നിങ്ങൾ പ്രാപിച്ച് ബലപ്പെട്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കണം, നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും പ്രാപിച്ച് ബലപ്പെട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പൊ നീ നിരൂപിക്കുമ്പോൾ അതും കൂടെ നീ ഒന്ന് ഉൾക്കൊള്ളണം. ചിലരുടെ പ്രവൃത്തിയും കാര്യങ്ങളും കണ്ടാൽ മറ്റൊന്നും ഉൾക്കൊള്ളാത്ത നിലവാരത്തിലാണ്. അങ്ങനെ മനസ്സിടിഞ്ഞവരുണ്ട്. അത് കൊരിന്ത്യരുടെ ഒരു പ്രധാന ലക്ഷണമാണ്. മറ്റാരെയും ഉൾക്കൊള്ളത്തില്ല, മറ്റാരെയും അംഗീകരിക്കത്തില്ല. അപ്പൊ കൊരിന്ത്യരുടെ ഒരു പ്രധാന പ്രശ്നമാണ്. എന്നാൽ കൊരിന്ത്യ സഭയ്ക്ക് എന്ന് പറയുമ്പോൾ അടുത്ത വാക്യം ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്നത്, അകലിരിക്കുമ്പോൾ ഞങ്ങൾ ലേഖനങ്ങളാൽ വാക്കിൽ എങ്ങനെയുള്ളവരോ പ്രവൃത്തിയിൽ പ്രസംഗിച്ച കാര്യം നമ്മുടെ പ്രവർത്തിക്കത് കാണണം. പ്രസംഗിച്ച കാര്യം നമ്മുടെ പ്രവർത്തിക്കത്ത് കാണണം. അത് വളരെ സൂക്ഷിക്കണം. നമ്മൾ വിശ്വസിക്കുന്ന കാര്യം നമ്മുടെ പ്രവൃത്തിയിൽ കാണണം കേട്ടോ. അനേകരുടെ ജീവിതത്തിൽ വിശ്വസിക്കുന്ന കാര്യം പ്രവൃത്തിയിലില്ല, പ്രസംഗിക്കുന്ന കാര്യം പ്രവൃത്തിയിലില്ല. ആമേൻ. അപ്പോൾ മനസ്സിലാക്കണം, ഇടിച്ചു കളയേണ്ടതിനെ ഇടിച്ചു കളയുവാൻ പഠിച്ചില്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. എന്നാൽ ഇവിടെ പറയുന്ന പൗലോസ്, നിങ്ങൾ ദൂരത്തിരുന്ന് എന്റെ ലേഖനം വായിച്ചല്ലോ, നിങ്ങൾ ലേഖനം വായിച്ചപ്പോ ഏതാണ്ട് എന്നെ മനസ്സിലായല്ലോ. എന്നാ നിങ്ങൾ എന്നെ നേരെ കാണുമ്പോ
നിങ്ങൾ എന്താണോ വായിച്ച് കണ്ടറിഞ്ഞത് ആ വ്യക്തിയെ അതുപോലെ കാണാനിട. അപ്പൊ സ്വഭാവം നോക്കിക്കേ. അപ്പൊ നമ്മുടെ എല്ലാ സ്വഭാവം എങ്ങനെയാ, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ എല്ലാ സ്വഭാവം എങ്ങനെയാണ്? ലേഖനം ദൂരത്തിരുന്നപ്പോൾ വായിച്ചപ്പോൾ പൗലോസിന്റെ വ്യക്തിയെ വരച്ചു കാട്ടിയെങ്കിൽ ആ വ്യക്തിയെ യഥാർത്ഥത്തിൽ കാണുമ്പോഴും ആ ലേഖനം വായിച്ചതുപോലെ തന്നെ അനുഭവപ്പെടണം. ആമേൻ. അത് അത്ര ഈസിയായ കാര്യമല്ല, അത്ര എളുപ്പമല്ല. അതിന്റെ പിന്നിൽ ഇച്ചിരി വില കൊടുക്കാതെ നടക്കത്തില്ല. ആമേൻ. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. എന്നാ കൊരിന്ത്യരുടെ അടുത്ത പ്രശ്നം. അടുത്ത വാക്യം, തങ്ങളെ തന്നെ ശ്ലാഘിക്കുന്ന ചിലരോട് ഞങ്ങളെ തന്നെ ചേർന്ന് ഒരുമിപ്പാനോ ഉപമിക്കുവാനോ തുനിയുന്നില്ല. അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഉപമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തിരിച്ചറിവുള്ളവരല്ല. അപ്പൊ മനസ്സിലാക്കണം, ദൈവാത്മാവിന്റെ ശക്തിയോടെ കോട്ടകളെ ഇടിക്കണം. അവിടുന്ന് പറഞ്ഞു ഇന്ന് ഇപ്പൊ ഇവിടെ എത്തിയെന്നറിയാവോ? കൊരിന്ത്യരുടെ അകത്ത്, കൊരിന്ത്യ സഭയ്ക്കകത്ത് ഒരു വലിയ പ്രശ്നമുണ്ട്. ഇവിടെ ചിലര് റോൾ മോഡൽസ് ആക്കി കണ്ടേക്കാം. പൗലോസ് പ്രസംഗിക്കുന്ന പോലെ, പൗലോസ് പാടുന്നത് പോലെ, പൗലോസ് ആരാധിക്കുന്ന പോലെ, പ്രസംഗിക്കുന്ന പോലെ, പ്രാർത്ഥിക്കുന്നത് പോലെ. അപ്പോ അങ്ങനെയാണ് ഞങ്ങളും ചെയ്യുന്നത്. പൗലോസ് നടക്കുന്നത് പോലെ. പൗലോസിന് ചെറിയ ചട്ടും മുടന്നൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പൗലോസ് നടന്നുള്ള ചരിത്രം പറയുന്നത്. അപ്പോ അതൊക്കെ പോട്ടെ. അപ്പോൾ എന്തൊന്ന് കാണിക്കുമ്പോൾ അതുപോലെ പകർത്തി കാണിക്കുന്ന ഒരു സ്വഭാവം കൊരിന്ത്യർക്കുണ്ടായിരുന്നു. മനസ്സിലാക്കണം. ആരെങ്കിലും ചെയ്തത് അതുപോലെ കോപ്പി അടിച്ച് കാണിക്കുന്ന സ്വഭാവം, ആ സ്വഭാവം ഉള്ളവരെ കുറിച്ച് പൗലോസ് പറയുക തിരിച്ചറിവുള്ളവരല്ല അവര്. മനസ്സിലാവട്ടെ, തിരിച്ചറിവുള്ളവരല്ല. അങ്ങനെ ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് ആരെങ്കിലും പോയ പാതയെ കൂടെ അതിന്റെ പിന്നെ അനുഗമിക്കാനല്ല, നീ പുതിയൊരു അടിസ്ഥാനം ഇടണം. ആമേൻ. ക്രിസ്തു ഇട്ട അടിസ്ഥാനമാണ് നമുക്ക് എല്ലാവർക്കും അടിസ്ഥാനം. എന്നാൽ മറ്റൊരുവനെ പോലെ തന്നെ പ്രസംഗം, മറ്റൊരുവനെ പോലെ തന്നെ ആരാധന, മറ്റൊരുവനെ പോലെ തന്നെ അതുപോലെ കോപ്പി അടിച്ച് ചെയ്യുന്നവർ സഭയ്ക്കകത്തുണ്ടെങ്കിൽ പൗലോസ് അവരെ കുറിച്ച് പറയുക തിരിച്ചറിവുള്ളവരല്ല. ആമേൻ. ആ ഭാഗം ഒന്ന് വായിച്ചേ, ഒന്നും കൂടെ വായിച്ചേ. വായിച്ചേ. വേഗം. തങ്ങളെ തന്നെ സഹായിക്കുന്ന ചിലരോട് ഞങ്ങളെ തന്നെ ചേർത്തൊരുമിപ്പിക്കുവാനോ ഉപമിക്കുവാനോ അവർ തങ്ങളാൽ തന്നെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തിരിച്ചറിവുള്ളവരല്ല. ഞാൻ വായിക്കാം. തങ്ങളെ തന്നെ ശ്ലാഘിക്കുന്ന ചിലരോട് ഞങ്ങളെ തന്നെ ചേർത്ത് ഉപമിക്കുവാനോ തുനിയുന്നില്ല. അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഉപമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തിരിച്ചറിവുള്ളവരല്ല. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് നമ്മുടെ ക്രിസ്തീയ ജീവിതം മറ്റൊരു വ്യക്തിയുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യരുത്. അവന്റെ അളവോ അവന്റെ പ്രാഗൽഭ്യമൊന്നും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്തേക്ക് കയറി വരരുത്. നമ്മൾ അങ്ങനെ മറ്റൊരുവനെ അളന്ന് ഞാൻ ആ വ്യക്തിയോളം എത്തിയോ, ഞാൻ ആ വ്യക്തിയോളം ആയോ, അവന്റെ പ്രാർത്ഥനയോളം എന്റെ പ്രാർത്ഥന എത്തിയോ, ആ വ്യക്തിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ എനിക്ക് തിരിച്ചറിഞ്ഞോ, ഞാൻ ആ വ്യക്തിയുടെ തന്നെ എന്റെ പ്രസംഗം എല്ലാം കേട്ടാൽ, എന്റെ പ്രാർത്ഥന കേട്ടാൽ, എന്റെ ജീവിതം കണ്ടാൽ ഞാൻ ഏതാണ്ട് ആ വ്യക്തിയെ പോലെയാണ്. വ്യക്തിയെ നമ്മൾ മാതൃകയാക്കരുത്. ഇവിടെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും മനുഷ്യനെ മാതൃകയാക്കി ക്രിസ്തീയ ജീവിതം കൊണ്ടു നടക്കുന്നെങ്കിൽ ആ വ്യക്തിക്ക് തിരിച്ചറിവുള്ളവരല്ല. അല്ലേ? ദൈവത്തിന്റെ വചനം പറഞ്ഞ തിരിച്ചറിവുള്ളവരല്ല. അടുത്തത് സ്തോത്രം. ഞങ്ങളോ അളവില്ലാത്തവണ്ണമല്ല നിങ്ങളുടെ അടുക്കലോളം എത്തുമാറ് ദൈവം ഞങ്ങൾക്ക് അളന്നു തന്ന അതിരിന്റെ അളവിന് ഒത്തവണ്ണം അത്രേ പ്രശംസിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയട്ടെ, ഇവിടെ കൊരിന്ത്യ സഭയ്ക്കകത്ത് സംഭവിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് കള്ളപ്രവാചകന്മാർ കയറി വന്നത്? നമുക്ക് മടങ്ങി വരാം. അതിന്റെ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ അത് കടന്നു വരാം. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ സ്തോത്രം അതിന്റെ 5 മുതൽ വായിക്കാം. ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാർക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു. ഞാൻ വാക്സാമർത്ഥ്യം ഇല്ലാത്തവനെങ്കിലും പരിജ്ഞാനം ഇല്ലാത്തവനല്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായിട്ട് ഉയരുന്ന
എല്ലാ സങ്കല്പങ്ങളെ ഇടിച്ചു കളയുവാൻ പ്രാപ്തനായ ഒരുവനാണ് പരിജ്ഞാനി എന്ന് പറയുന്നത്. ആമേൻ. ദൈവത്തിന്റെ വഴികൾക്ക് വിരുദ്ധമായി കേൾക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് അത് ദൈവത്തിൽ നിന്നല്ലെന്ന് മനസ്സിലാക്കി അതിനെ ശക്തിയോടെ എതിർക്കുന്ന ഒരുവനാണ് യഥാർത്ഥത്തിൽ അഭിഷേകം നിറഞ്ഞ ഒരു വ്യക്തി, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തി. അപ്പോ നമ്മൾ പ്രാപിച്ച അഭിഷേകം നമ്മെ ബലപ്പെടുത്തും. ആമേൻ. ഹല്ലേലൂയ. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. അതിന്റെ 12-ാം വാക്യം, എന്നെ നിന്ദിക്കുവാൻ കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം അറുത്തു കളയേണ്ടതിന് ഞാൻ ചെയ്തത് മേലാലും ചെയ്യും. അടുത്തത്, ഞാൻ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെ പോലെ അവരെ കാണിക്കട്ടെ. അതായത് ഈ പാപത്തെ ഇടിച്ച് മുമ്പോട്ട് പോകുന്ന ജീവിതശൈലി പൗലോസ് കാണിക്കുമ്പോൾ കൊരിന്ത്യരോട് പറയാ, നീ ഞങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യാതെ നീയും പാപ സ്വഭാവത്തെ ഇടിച്ച് ഇതിനെ ജയിച്ച് നീ ഒന്ന് നല്ല മാതൃക കാണിച്ചെന്ന് പൗലോസ് തിരിച്ചു പറയുക. ദൈവ കൃപയിലിരിക്കുന്ന ഒരു ദൈവവൈദ്യന് പറയേണ്ട ഒരു കാര്യം എന്നാണെന്നറിയാവോ? എതിർക്കുന്നവർ അനേകരുണ്ടെങ്കിൽ അവരോടും പറയേണ്ട ഒരു കാര്യം, നീ പാപ സംബന്ധ വിഷയമായി ഈ പറയപ്പെടുന്ന മേഖലകളെ നീ ജയിച്ചൊന്ന് കയറി വന്നൊന്ന് കാണട്ടെ. ഹല്ലേലൂയ. ആഹ്വാനം ആ മേഖലകളിലായിരിക്കണം. നമ്മുടെ ആഹ്വാനങ്ങൾ ആ തലത്തിലായിരിക്കണം. അടുത്ത വാക്യം എന്താണ് വായിക്കുന്നത്? ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ. എന്താണെന്ന് പറയുക, ഇവർക്ക് എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം പറയാനേ സമയത്തുള്ളൂ, മറ്റുള്ളവരെ അളന്നോണ്ടിരിക്കാനേ സമയമുള്ളൂ. പാപത്തെ ജയിച്ച് ജഡസ്വഭാവത്തെ ജയിച്ച് പരിജ്ഞാനത്തിൽ നിലനിന്ന് ക്രിസ്തുവിന്റെ ആത്മാവിൽ നടത്തപ്പെടുകയും പിശാചിന്റെ ഉപായത്താൽ ചതിക്കപ്പെടാതെ മനസ്സിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് നേരെ സ്തോത്രം ഈ വക മേഖലകളിലെല്ലാം കുടുങ്ങി തോറ്റുപോയ കള്ള അപ്പോസ്തലന്മാരാണ് യഥാർത്ഥത്തിൽ ദൈവസഭയ്ക്ക് സ്വന്തം ചതിയായി തീർന്നുകൊണ്ടിരിക്കുന്നത്. ആമേൻ. സ്വന്തം ദൈവത്തിന്റെ അപ്പോസ്തലനാണ് പാപത്തിനെതിരെ സംസാരിക്കും. ദൈവത്തിന്റെ അപ്പോസ്തോലിക ശുശ്രൂഷയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ പാപത്തെ ജയിക്കും എന്നത് സ്വന്തം ജീവിതത്തിൽ അതിനെ വരച്ചു കാണിക്കാനിടയായി. ഹല്ലേലൂയ. അങ്ങനെ ജയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നു, ആ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ആ വലിയ അംഗീകാരം ലഭിക്കുന്നു. അത് ദൈവത്താൽ തന്നെ സ്വന്തം ലഭിക്കുന്ന വിഷയമാണ്. എന്നാൽ അടുത്ത വാക്യം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, വേഷം ധരിച്ചവർ. ആശ്ചര്യവുമല്ല. വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ, ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കണം, അവിടെ പറയുന്ന കാര്യം നമ്മളൊന്ന് വായിച്ചു. സ്തോത്രം. സാത്താൻ താൻ വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു. ആമേൻ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? സാത്താൻ താൻ വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ, ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. മനസ്സിലാക്കണം. അപ്പോൾ ദൈവസഭയ്ക്കത് പാപത്തെ ജയിക്കേണ്ടത് എങ്ങനെയെന്ന് പറയാത്ത ശുശ്രൂഷക്കാരെല്ലാം കപട വേലക്കാരാണെന്ന് വേണം പറയാനായിട്ട്. ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടാത്തവർ, സ്വന്തം മനസ്സിനെ പാപത്തിന്റെ വഴിയിൽ നിന്ന് സ്വന്തം മോചനം പ്രാപിക്കാത്തവർ, വീണ്ടും തങ്ങൾ തന്നെ പാപത്തിന് അടിമകളായിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നവരാണ് ഈ കപടവേലക്കാർ. അപ്പോൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരെ തിരിച്ചറിയണം കേട്ടോ. അഭിഷേകത്താൽ നടത്തപ്പെടുന്നവരെ തിരിച്ചറിയണം. പാപത്തിന് നേരെ ശബ്ദം ഉയരാത്തതിന് കാരണം നമ്മൾ വായിച്ച വാക്യം ഒന്നും കൂടെ നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 2 കൊരിന്ത്യർ 10-ാം അധ്യായം. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 4-5 വാക്യം, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും സ്തോത്രം ക്രിസ്തുവിന്റെ അനുസരണത്തിനായി പിടിച്ചടക്കി. അപ്പോൾ അത് സംഭവിച്ചു. അടുത്തത് സംഭവിക്കണം, നിങ്ങളുടെ അനുസരണം
തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കണം. ഇനി മുതൽ നമ്മുടെ പ്രസംഗങ്ങൾ പാപത്തിന്റെ പ്രവൃത്തികൾക്ക് നേരെ പ്രതികാരമായി തീരട്ടെ. നമ്മുടെ ആത്മീയ ജീവിതം പാപ സ്വഭാവത്തിനെതിരെ പ്രതികാരമായി തീരട്ടെ. അങ്ങനെ പ്രതികാരം ചെയ്യുന്ന, പാപത്തിനെതിരെ പ്രതികാരം ചെയ്യുവാൻ ആ ദൈവത്തിന്റെ ആത്മാവിനാൽ അല്ലാതെ ആർക്കും കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് വസിക്കുന്നെങ്കിൽ ഈ പാപ പ്രവൃത്തികൾക്ക് നേരെ പ്രതികാരം ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബലപ്പെടുത്തും. അതുകൊണ്ട് ദൈവസ്ഥാനിൽ നമ്മളെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ദൈവസ്ഥാനിൽ നമ്മളെ തന്നെ പൂർണ്ണമായി നമുക്ക് താഴ്ത്തി സമർപ്പിക്കും. ഇന്ന് പകൽ നേരം ഈ ദൈവവചനം ദൂരത്ത് ചാരുത്തമായിരുന്ന കേട്ട എല്ലാ ദൈവമക്കൾ ദൈവസ്ഥാനത്തിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചാട്ടെ. ദൈവസ്ഥാനത്തിൽ ഹല്ലേലൂയ താഴ്ത്തി സമർപ്പിച്ചാട്ടെ. കർത്താവിന്റെ കരത്തിലേക്ക് ഒന്ന് താഴ്ത്തി സമർപ്പിച്ചാട്ടെ. കർത്താവേ, നീ ഇന്ന് പകൽ നേരം എന്റെ ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരണമേ അപ്പ. ഹല്ലേലൂയ, ഞങ്ങൾ വായിച്ച വചനം പോലെ കർത്താവേ, ഹല്ലേലൂയ, സകല അനുസരണക്കേടിനും ഹല്ലേലൂയ എതിരെ പ്രതികാരം ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ദൈവസ്ഥനിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവസ്ഥനിൽ സമർപ്പിച്ചാട്ടെ. അനേകർ പാപ വിഷയങ്ങളിൽ തോറ്റുപോകുന്നു, പാപ സ്വഭാവങ്ങൾ വീണ്ടും ബന്ധിക്കപ്പെടുന്നു. അല്ലെങ്കിൽ അനേകരുടെ മുമ്പിൽ നല്ല സാക്ഷ്യം വഹിക്കുവാൻ കഴിയാതെ പാപ വിഷയത്തിൽ അല്ലെങ്കിൽ സ്വന്തം വീഴ്ച സംഭവിക്കുമ്പോൾ മനസ്സിലാക്കണം, ഇന്ന് പകരം കർത്താവേ, നിന്റെ കൃപയ്ക്കുള്ള അടുക്കലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ് കർത്താവേ. അല്ലെങ്കിൽ കർത്താവിന്റെ തിരുമേശ ഇന്ന് പകരം ഇവിടെ ഉണ്ടല്ലോ. കർത്താവിന്റെ സ്ഥാനം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുമാറാകണം. ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ സാന്നിധ്യം കർത്താവ് ഇടപെടുന്നതിനായി ഓൺലൈൻ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമങ്ങളുടെ മക്കളുടെ മേൽ കർത്താവിന്റെ പരിശുദ്ധ സാന്നിധ്യം വെളിപ്പെടുമാറാകണമേ അപ്പ. ഇന്ന് മുതൽ കർത്താവ് പുതിയ തലത്തിലേക്ക് ക്രിസ്ത്യ ജീവിതം വരുവാൻ, പുതിയൊരു തലത്തിലേക്ക് ആത്മീയ ജീവിതം കർത്താവെ നടത്തപ്പെടുവാൻ, പുതിയ വളരെ കാലടികളെ വെക്കുവാൻ തക്കവണ്ണം ആത്മശക്തിയാൽ ഇന്ന് പകൽ സ്വർഗം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ സാന്നിധ്യം, കർത്താവിന്റെ പരിശുദ്ധ ഇടപെടൽ ഇന്ന് പകൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നല്ല സാക്ഷ്യം കുറിക്കുവാൻ, നല്ല ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാൻ തക്കവണ്ണം അള്ളിയ സ്തോത്രം കർത്താവ് നിത്യതയിലേക്ക് ദൈവ രാജ്യത്തിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവും അത് കണ്ടെത്തുന്നവർ ചുരുക്കവും അത്രേ അപ്പ. ഹല്ലേലൂയ, എന്ന നാശത്തിലേക്കുള്ള വഴിയെ കുറിച്ച് കള്ളപ്രവാചകന്മാർ ഈ നാളുകളിൽ അഘോരം വെളിപ്പെടുത്തുമ്പോൾ അവന്റെ വഴികളെ സൂക്ഷിച്ചൊഴിയുവാൻ സാത്താന്റെ പിശാചിന്റെ സകല പ്രവൃത്തികളെ ഉപായത്താൽ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ, ഉപായത്താൽ ഹവ്വാനെ ചതിച്ചതുപോലെ ഹല്ലേലൂയ സ്തോത്രം ക്രിസ്തുയേശുവിന്റെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഭയപ്പെടുന്നു. ഇന്ന് പകരം നിങ്ങളുടെ മനസ്സിനെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്തന്റെ സന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്ന ബലപ്പെടുത്തലും ശക്തീകരിക്കണം, പരിപാലിക്കണം, കാത്തു സൂക്ഷിക്കണമേ അപ്പ. ഇത്രമേൽ ദൈവത്തിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആശ്വാസത്തിന്റെ ഇന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ അപ്പ.